السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. كلا إن الإنسان ليطغى أن رآه استغنى. صدق الله العلي العظيم. العلم حياة الإسلام. صدق رسوله النبي الكريم. سألت زماني لم أراك عقيما وكنت ولودا للرجال قديما. فقال بأني قد كبرت وقد دنا رحيلي إلى الأخرى وصرت سقيما. ولم يبق في الأولاد إلا غثالة وفارقني من كان قبل كريما. यकीन मुहकम अमल पे हम मोहब्बत फातिह आलम जिहाद जिंदगानी में यही है मर्दों की शमशीरें. സർവാധരണീയരായ ബഹുമാനപ്പെട്ട മുസ്ലിം കേരളത്തിന്റെ അവസാന വാക്ക് സയ്യിദുൽ ഉമ്മ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകൾ, ആദരണീയരായ നമ്മുടെ മുദർരിസ് ഉസ്താദ് സുലൈമാൻ ഫൈദി പൂക്കളത്തൂർ അവർകൾ, സ്റ്റേജിൽ സന്നിഹിതരായ സ്വാഗതം ആശംസിച്ച സി ഹസൻ ഹാജി അവർകൾ, ആശംസകൾ അർപ്പിച്ച ബഹുമാനപ്പെട്ട മുജീർ അബ്ദുറഹ്മാൻ ഫൈദി ഉസ്താദ്, ഉണ്ണിയൻകുട്ടി ടി പി അവർകൾ, അബ്ദുൽ മുഹൈമിൻ ഫൈദി ഉസ്താദ്, അബ്ദുൽ റഷീദ് അൻവരി ഉസ്താദ്, താജുദ്ദീൻ ലത്തീഫി ഉസ്താദ് അടക്കം ഈ മഹല്ല് പള്ളി മദ്രസ കമ്മിറ്റിയുടെ മുഖ്യ സാരഥികൾ, ഉമ്മപങ്കന്മാർ, സഹോദരി സഹോദരങ്ങൾ, വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സന്തോഷകരമായ ഒരു അഭിമാന മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. വളരെ മനോഹരമായ നമ്മുടെ മദ്രസ സമുച്ചയം, നമ്മുടെയൊക്കെ എല്ലാമായ ബഹുമാനപ്പെട്ട ആദരണീയരായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ ബഹുമാനപ്പെട്ട പണ്ഡിതൻ, ബഹുമാനപ്പെട്ട ശൈഖുന MT അബ്ദുള്ള മുസ്ലിയാർ അവരുടെ അനുഗ്രഹീത ഭാഷണം കേട്ട് ആത്മനിർവൃതിയുടെ ഈ മജ്‌ലിസിൽ ഇനി ഒരു സുദീർഘമായ മുഖ്യ പ്രഭാഷണത്തിന് പ്രസക്തിയില്ല.
അൽഹംദുലില്ലാഹ്, നിങ്ങളെ ഈ നാട്ടിലെ നിങ്ങളുടെയൊക്കെ ഒരു ചിരകാല സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ മദ്രസ കെട്ടിടം ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉമ്മ ആദരണീയരായ തങ്ങളവരുടെ മഹനീയ കരങ്ങളാൽ നമുക്ക് സമർപ്പിക്കപ്പെട്ടു. അതോടനുബന്ധിച്ച് അതിന്റെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ വർത്തമാനകാല സാഹചര്യങ്ങളിൽ രക്ഷിതാക്കളുടെ ബാധ്യതയും നമ്മുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ കൃത്യമായി ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. മഹാനവറുകൾ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് ഒരു ചെറിയ വിശകലനം മാത്രം നടത്തി ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രൗഢമായ ഒരു മജ്‌ലിസ്, പനയപ്പുറം മഹല്ല് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപക്ഷെ നിങ്ങളെ ഈ നാട്ടുകാർക്ക് അറിയുന്നതിനേക്കാൾ ഏറെ ഒരുപക്ഷെ പലപ്പോഴും പല പണ്ഡിതന്മാരും ഉസ്താദുമാരും എപ്പോഴും അവരെ ഇൽമിയായ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റുമൊക്കെയുള്ള ചർച്ചകളിൽ പനയപ്പുറം മഹല്ല് പരാമർശിക്കാറുണ്ട്. എന്റെ കുടുംബത്തിൽ തന്നെ എന്റെ ജ്യേഷ്ഠനടക്കം, എന്റെ അമ്മോന്മാര്, എന്റെ അമ്മാവന്മാര്, എന്റെ ഉമ്മ വഴിക്കുള്ള അളാപ്പാര്, ഉപ്പ വഴിക്കുള്ള അളാപ്പാര്, എന്റെ കുടുംബത്തിൽ ഒരുപാട് പണ്ഡിതന്മാര് ഈ പനപ്പുറം പള്ളി ദർസിൽ പഠിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് 10, 30, 40 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് മുതലേ കേൾക്കുന്ന ഒരു പ്രദേശമാണ് പനയപ്പുറം. ചമ്രവട്ടം ധർമ്മ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട വിളയൂർ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, ഇങ്ങനെ പ്രഗത്ഭരായ പഴയ കാലത്ത് ഫറവിയായ പണ്ഡിതന്മാർ ദർസ് നടത്തിയ ഒരു പ്രദേശമാണ് ഈ പനയപ്പുറം മഹല്ല്. എന്നുവെച്ചാൽ ഉള്ളിലാണെങ്കിലും പണ്ട് കാലത്തെ ദർസിന് നാട്ടുകാർ കൊടുക്കുന്ന പ്രാധാന്യവും ദർസിനോടുള്ള മഹബത്തും അത് ഈ നാടിന്റെ ഒരു ഐശ്വര്യമാണ്. അല്ലാഹു തആല ഒരു ആത്മീയ ചൈതന്യം തലമുറകളിലേക്കും നീട്ടിക്കൊടുത്ത് ഈ മഹല്ല് അല്ലാഹു തആല സ്വീകരിച്ച അനുഗ്രഹീത മഹല്ലാക്കി കബൂലാക്കട്ടെ. ഇതിനൊക്കെ സഹായിച്ച് സഹകരിച്ച് മരണപ്പെട്ടവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ എന്ന് ഞാൻ ആമുഖമായി ദുആ ചെയ്യുകയാണ്. കാരണം ഒരു നാടിന്റെ ഐശ്വര്യം ദർസാണ്. ഈ ദർസിൽ നിന്ന് ഓതി പഠിച്ച് കിതാബ് ഓതി പഠിച്ച പണ്ഡിതന്മാർ ദീനിയായ സേവനം ചെയ്യുമ്പോൾ അതിന്റെ ഒക്കെ കൂലി നിങ്ങളെ അക്കൗണ്ടിലേക്ക് വരിക. നമ്മൾ ഈ യാസീൻ സൂറത്ത് ഇങ്ങനെ ഓതുമ്പോ തന്നെ തുടക്കത്തിൽ തന്നെ കുറച്ചുകൂടെ ഓതുമ്പോഴേക്ക് അള്ളാഹു പറയുന്നുണ്ട്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അല്ലാഹു തആല പറയാ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, തീർച്ചയായും മരണപ്പെട്ട ആളുകളെ നമ്മൾ പുനർജീവിപ്പിക്കും. എന്നിട്ടോ വനക്തുബു മാ ഖദ്ദമൂ, അവർ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് വേണ്ടി നാം രേഖപ്പെടുത്തി അവരെ കിതാബിൽ കൊടുക്കും. അവർ ചെയ്ത നിസ്കാരങ്ങള്, നോമ്പുകള്, സക്കാത്തുകള്, അവർ കൊടുത്ത ധർമ്മങ്ങള്, ചെയ്ത ഹജ്ജ്, ഉംറ, ഖുർആൻ, സ്വലാത്ത്, ദിക്ർ, അവർ ചെയ്ത എല്ലാ നന്മകളും അവർക്ക് രേഖപ്പെടുത്തി കൊടുക്കും. പിന്നെ ഇനി അവർ നേരിട്ട് ചെയ്തിട്ടില്ല, പക്ഷെ അവർ കാരണമായിട്ടാണ് പിന്നീട് അത്തരം ഒരുപാട് നന്മകൾ വന്നത്. അപ്പൊ അവരുടെ കർമ്മങ്ങൾ മാത്രമല്ല, അവരെ കർമ്മങ്ങളും അവർക്ക് രേഖപ്പെടുത്തി കൊടുക്കും, അവരെ കർമ്മങ്ങളുടെ അനന്തര ഫലങ്ങളും രേഖപ്പെടുത്തി കൊടുക്കും. അപ്പൊ ഈ പള്ളി ദർസിൽ പഠിച്ച് കിതാബ് ഓതി പഠിച്ച മുതഅല്ലിമുകൾ ഒരുപാട് നാടിൽ ദർസ് നടത്തുന്ന ആൾക്കാരുണ്ട്. അവർ ദർസ് നടത്തി ഇൽമു പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആ ഇൽമു പഠിച്ച് അവരൊക്കെ പല പള്ളികളിൽ ഖുതുബ ഓതുമ്പോ ഇമാമത്ത് നിൽക്കുമ്പോ ദീനിന്റെ ഇൽമുകളൊക്കെ സജീവമാകാൻ കാരണം അന്ന് നിങ്ങൾ ഭക്ഷണം കൊടുത്ത് അവരെ പഠിപ്പിച്ച് വളർത്തിയതാണ്. അവർ ദീനിനെ പറഞ്ഞു കൊടുക്കുമ്പോ, ഖുതുബ ഓതുമ്പോ, ഇമാമത്ത് നിൽക്കുമ്പോ, അവർ പഠിപ്പിച്ചവർ ഖുർആൻ ഓതുമ്പോ അതിന്റെ ഒക്കെ കൂലി ഇവിടെ ദർസ് നടത്തിയ ആളുകൾക്കും അതിന് ഭക്ഷണം കൊടുത്ത പെണ്ണുങ്ങൾക്കും നിങ്ങളെ അക്കൗണ്ടിലേക്ക് മരിച്ചു പോയാലും ഖബറിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവർ ഇമാമത്തുക്കളിന്റെ കൂലി നിങ്ങൾക്ക് എന്താ കിട്ടാൻ കാരണം? നിങ്ങളല്ല ഇമാമത്തുക്കള്, പക്ഷെ നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ അനന്തര ഫലങ്ങളാണ്. അതാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമൂ, അവർ ചെയ്ത പ്രവർത്തനങ്ങൾ മാത്രമല്ല വആസാറും, അവരെ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങളും അവർക്ക് രേഖപ്പെടുത്തി കൊടുക്കും. ലോകത്ത് അവസാന നാളിൽ നടക്കുന്ന അവസാനത്തെ ഖിയാമത്ത് നടക്കൂലേ, അന്നത്തെ ദിവസം നടക്കുന്ന കൊലപാതകത്തിന്റെ ശിക്ഷ പോലും ആദ്യത്തെ കൊലപാതകം നടത്തിയ ഖാബീലിന്റെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് ഹദീസിൽ കാണാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി വെച്ച മൂപ്പര
അപ്പൊ ഇനി ആ തെറ്റുകൾ ഇവിടെ എത്ര കാലത്തോളം ഉണ്ടാവും, അതിനൊക്കെ ശിക്ഷ മൂപ്പർക്ക് ഉണ്ടാവും. അത് മൂപ്പര് അനന്തര ഫലങ്ങളാണ്. അപ്പൊ നമ്മൾ നന്മകളുടെ പ്രചാരകരായി മാറുക. ലക്ഷക്കണക്കിന് ഉറുപ്പിയും മദ്രസ സമുച്ചയത്തിൽ ചെലവായിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും ഏതൊക്കെ കുട്ടി ഖിയാമത്ത് വരെ ഈ മദ്രസയിൽ വെച്ച് പഠിക്കുന്നുവോ, ഖുർആൻ ഓതുന്നുവോ, ഇൽമ പഠിച്ചുകൊണ്ട് ദീനിയായി പ്രവർത്തിക്കുന്നു, അതിന്റെ ഒക്കെ കൂലി ഇതിന് സിമന്റ് കൊടുത്ത ആൾക്കാർ, കമ്പി കൊടുത്ത ആൾക്കാർ, മണൽ കൊടുത്ത ആൾക്കാർ, പൈസ കൊടുത്ത ആൾക്കാർ, സഹായിച്ച സഹോദരിമാര്, ഇതിന് ശാരീരികമായി പ്രവർത്തിച്ച കമ്മിറ്റി ഭാരവാഹികൾ, നിങ്ങൾ മരിച്ചാലും മണ്ണായാലും നിങ്ങളെ കബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഏറ്റവും വലിയ കൂലി കിട്ടുന്നത് ഇൽമിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന സ്വതക്ക. ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നുണ്ട്, സ്വന്തം ഉമ്മാക്കും വാപ്പാക്കും കൊടുക്കുന്ന സ്വതക്കയേക്കാൾ കൂലി കിട്ടും ഇൽമിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന സ്വതക്കക്ക്. എന്താണതൊക്കെ? സ്വന്തം ഉമ്മാക്കും ബാപ്പാക്കും കണ്ണുപൊട്ടനും അന്ധനും വികലാംഗനും കൊടുക്കുന്ന സ്വതക്കനേക്കാളും കൂലി കിട്ടും ഇൽമിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന സ്വതക്കക്ക്. കാരണം ഇതുകൊണ്ട് ഇസ്ലാം ഇവിടെ നിലനിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ പറഞ്ഞു, മദ്രസകളൊക്കെ നമ്മൾ വലിയ മനോഹരമായ സംബന്ധിച്ച് എത്ര ലക്ഷക്കണക്കിന് ഉറുപ്പിക മുടക്കിയിട്ടാണ് മദ്രസ ഉണ്ടാക്കുന്നത്. മദ്രസത്തിന് ആകെ 1.5 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞോ? ഈ 1.5 മണിക്കൂർ 2 മണിക്കൂർ ക്ലാസ്സിൽ ഇത്ര ലക്ഷക്കണക്കിന് ഉറുപ്പികന്റെ ബിൽഡിംഗ് ഉണ്ടാക്കണം. അതുകൊണ്ട് ഒരു മദ്രസ ക്ലാസ്സിന് മാത്രമാവരുത് നമ്മുടെ കെട്ടിടങ്ങൾ. അതിനോടനുബന്ധിച്ച് മദ്രസകളോടനുബന്ധിച്ച് എന്തൊക്കെ ഇസ്ലാമിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ നമ്മുടെ മദ്രസയിൽ നടത്താൻ പറ്റുമോ അതൊക്കെ നടത്തപ്പെടണം. ഇന്ന് പല നാടുകളിലും മദ്രസ ക്ലാസ് കഴിഞ്ഞാൽ ഇസ്ലാമിക് നഴ്സറി ഉണ്ട്, അസ്മി ഉണ്ട്, അൽബിർ ഉണ്ട്, സ്ത്രീകൾക്ക് ക്ലാസ് ഉണ്ട്, പ്രായമായ ആളുകൾക്കുള്ള ക്ലാസ്സുകളുണ്ട്, ഹിമായ ക്ലാസ്സുകൾ, ഹദിയ ക്ലാസ്സുകൾ, ഒരുപാട് കോഴ്സുകളൊക്കെ നൽകപ്പെടുന്നുണ്ട്. കാരണം ഒരു പകലിൽ ആകെ 1.5 മണിക്കൂർ 2 മണിക്കൂറിന് വേണ്ടി ഇത്ര ലക്ഷക്കണക്കിന് ഉറുപ്പിക ബിൽഡിംഗ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് എല്ലാം നിരക്കും ഇവിടെ സാംസ്കാരിക കേന്ദ്രമായി മദ്രസകൾ വളരണം, ഉയരണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിന്തിക്കും. ഇന്ന് പത്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്ത കാണാൻ സാധിച്ചു. 1ാം ക്ലാസ് മുതൽ +2 വരെ ഒരു ദിവസം പോലും ലീവാകാത്ത ഒരു പെൺകുട്ടിക്ക് സമസ്തയുടെ പണ്ഡിതന്മാർ ഒരു സമ്മാനം കൊടുക്കുന്ന ഫോട്ടോ കണ്ടു. അത് വളരെ വളരെ ആശ്ചര്യമുള്ള വാർത്തയാണ്. നല്ല മദ്രസക്ക് നമ്മൾ ഉണ്ടാക്കും, പക്ഷെ സ്കൂളിന്റെ അത്ര പ്രാധാന്യം പലപ്പോഴും ചില രക്ഷിതാക്കൾ മദ്രസക്ക് കൊടുക്കൂല. എന്തെങ്കിലും വീട്ടിലൊരു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ സ്കൂൾ ലീവാക്കാൻ പറ്റില്ല, മദ്രസ ലീവാക്കാം, മദ്രസക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നറിയോ? കുട്ടികളുടെ ധാർമ്മികത ചോർന്നു പോകുന്നു. ടോപ്പ്ലെസ് ഒക്കെ ഉണ്ടാവും ചിലപ്പോ, പക്ഷെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാവില്ല. കാരണം നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ അവരുടെ മനസ്സിൽ മദ്രസ ഒരു മഹാസംഭവമായി നമ്മൾ എന്ത് ചെയ്യണം? സ്ഥാപിക്കണം. നമ്മുടെ കുട്ടികൾ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ടെക്സ്റ്റൈൽസിലേക്ക് പോയാൽ കാണാൻ നല്ല മുഞ്ചുള്ള ഭംഗിയുള്ള അലങ്കരിക്കപ്പെട്ട ഡെക്കറേഷൻ ചെയ്യപ്പെട്ട ടെക്സ്റ്റൈൽസിൽ കയറലാണോ അവർക്ക് ഇമ്പം? ഒന്നിനും കൊള്ളാത്തൊരു ചീഞ്ഞ വളരെ മോശപ്പെട്ട ഒരു തുണിക്കടക്കാണോ? അല്ലല്ലോ. അവർക്ക് താല്പര്യം ഉണ്ടാവുന്നില്ല ഭംഗിയുള്ള ആഡംബരമുള്ള ഒരു ടെക്സ്റ്റൈൽസ് കാണും. ജ്വല്ലറി ആണെങ്കിൽ ഏത് കടയാണെങ്കിലും അങ്ങനെ. അപ്പൊ നമ്മുടെ മദ്രസകൾ വളരെ മനോഹരമായി കാരോചിതമായി പ്രൗഢമായിരിക്കണം. സ്കൂളുകളൊക്കെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ എല്ലാം നിരക്കും വളരെ ഉഷാറ്. മദ്രസ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിംഗ്, ഓടിട്ട ബിൽഡിംഗ്, ചോർന്നൊലിക്കുന്ന ബിൽഡിംഗ് അല്ലെ? ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ തോന്നുകയാണ് ഇത്രയൊക്കെ ഉള്ളൂ മദ്രസ. അവിടെ നിന്നൊക്കെ മാറണം. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഈ വർഷം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ എല്ലാ കുട്ടികൾക്കും സ്മാർട്ട് ടി.വി. ഫെസിലിറ്റീസോടുകൂടെ, കുട്ടികൾക്ക് ടിവിയുടെ സഹായത്തോടുകൂടെ ഇപ്പോ പുതിയൊരു സംവിധാനം ഇവിടെ എല്ലാ മദ്രസകളിലും ആയിരക്കണക്കിന് മദ്രസയിൽ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ മദ്രസയിലുണ്ടാവും. കാലോചിതമായ മാറ്റം സമസ്ത പുരോഗതിക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിൽ സമർപ്പിക്കണം. അങ്ങനെയൊക്കെ മാറി മാറി വരണം. കാരണം കാലഘട്ടം മാറി. അപ്പൊ ഇന്നത്തെ വാർത്ത നിങ്ങൾ ശ്രദ്ധിക്കുക. 1ാം ക്ലാസ് മുതൽ +2 കഴിയുന്ന വരെ 12 കൊല്ലം ഒരു ദിവസം പോലും ആ പെൺകുട്ടി മദ്രസ ലീവായിട്ടില്ല. ഒരു ദിവസം. കുടുംബത്തിൽ സ്വന്തം വീട്ടിൽ മരണം നടന്ന അന്ന് പോലും ചടങ്ങ് കഴിഞ്ഞിട്ട് മദ്രസ പോയിട്ടുണ്ട്. നമ്മളെ കുട്ടികൾക്ക് എത്ര ലീവ് ഉണ്ടാവില്ല. ഉമ്മമാരുണ്ടല്ലോ ഈ ക്ലാസ് കേൾക്കുന്നത്, ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരുണ്ടാവും. ചിന്തിക്ക് എത്ര ലീവ് നമ്മളെ കുട്ടികൾക്ക് മദ്രസ ആകുന്നുണ്ട്. വീട്ടിൽ ചെറിയൊരു സൽക്കാരം ഉണ്ടാകുമ്പോൾ, ഒരു വിരുന്ന് പോകുമ്പോ, ഒരു പള്ളാണാൻ പോകുമ്പോ, അല്ലെങ്കിൽ ഒരു മുഴച്ചിലുണ്ടാകുമ്പോ മദ്രസ ലീവാക്കുക. ഈ കുട്ടി മദ്രസ ചേർത്ത് മുതൽക്ക് +2 കഴിയുന്ന വരെ ഒരു ദിവസം പോലും ലീവായിട്ടില്ല. അതിനെ ഏറ്റവും അധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഉമ്മാനി ബാപ്പാനെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, മദ്രസയുടെ ഉദ്ഘാടന ദിവസം എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, മദ്രസയിൽ നിന്ന് പഠിച്ച മൂല്യങ്ങൾ നമ്മുടെ മക്കൾക്ക് പകർത്താൻ കഴിയുന്നില്ല. ഇന്നിവിടെ മദ്രസ അല്ലാത്ത ഇവിടെ ഉള്ളത് എല്ലായിടത്തും മദ്രസ ഉണ്ട്. പാണക്കാട് സയ്യിദ് സൂചിപ്പിച്ചു, മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും കേസ് നമ്മുടെ ഈ രാമനാട്ടുകര ഫറോക്ക് പരിസരത്ത് പോലും പറയാൻ പറ്റാത്ത വിധത്തിലുള്ള അത്രയും വളരെ വൃത്തിഹീനമായ അശ്ലീലമായ കേസുകൾ ഈ അടുത്ത് നമ്മുടെ കുട്ടികൾ പ്രതികളായി പിടിക്കപ്പെട്ടിട്ടുണ്ട്.
ആലോചിച്ചോക്കണം. മദ്രസ ലൈറ്റാണോ? അല്ല. പിന്നെന്താ? മദ്രസയിൽ ഉസ്താദന്മാർ 1.5 മണിക്കൂർ 2 മണിക്കൂർ പഠിപ്പിച്ച് വിട്ടാൽ അതല്ല വിഷയം. അത് ജീവിതത്തിൽ പകർത്താനുള്ള പശ്ചാത്തലം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെ മദ്രസ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, എങ്ങനെയാണ് നീന്തുക എന്ന് പഠിപ്പിച്ചിട്ട് ഒരു കുട്ടിനെ വള്ളത്തിൽ വിട്ടിറങ്ങുന്നുണ്ടാവും. ഒരു കുട്ടിനെ മുമ്പ് ഇരുത്തി എന്നിട്ട് നീന്ത പഠിപ്പിക്കുകയാണ്. 1/2 മണിക്കൂർ 1 മണിക്കൂർ ക്ലാസ്. വള്ളത്തെ കവുന്ന് കിടക്കുക, എന്നിട്ട് ഇങ്ങനെ തുഴഞ്ഞെടുത്താൽ മതി, വെള്ളത്തിലൂടെ നീന്തി പോകാമെന്ന് കുട്ടിക്ക് ശരിക്കും നീന്തൽ പഠിപ്പിച്ച് ആ കുട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ അപ്പൊ തന്നെ മയ്യത്താവും. അത് പഠിപ്പിക്കണതിന് പുറമെ എന്ത് ചെയ്യണം എന്നറിയാം? കുട്ടിനെ കയ്യിൽ പിടിച്ച് പരിശീലിപ്പിച്ച് ട്രെയിനിങ് കൊടുത്ത് പ്രാക്ടിക്കലായ കുട്ടിയെ നീന്തൽ പരിശീലിപ്പിക്കണം. അതിനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. ഇനി ഡ്രൈവിംഗ് അങ്ങനല്ലേ? എങ്ങനെ ബൈക്ക് ഓടിക്കണം, എങ്ങനെ കാർ ഓടിക്കണം, എങ്ങനെ സൈക്കിൾ ഓടിക്കണം, ശരിക്കും ക്ലാസ് എടുത്തു കൊടുത്തു. എന്നിട്ട് കുട്ടീന്റെ കയ്യിൽ ബൈക്കാണ്ട് കൊടുത്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ, ന്യൂട്രൽ സ്റ്റാർട്ട് ചെയ്യാം, ഗിയർ കിടുക, ക്ലച്ച് മെല്ലെ വിടുക, ആക്സിഡന്റ് പതുക്കെ കൊടുക്കുക എന്ന് പറഞ്ഞ് വണ്ടി അവന്റെ കൈ കൊടുത്തു നോക്കി. എത്ര പഠിപ്പിച്ചാലും അപ്പൊ അപകടത്തിൽ പെട്ടു. കാറ് കയറി, കാറ് സ്റ്റാർട്ടാക്കുക, ന്യൂട്രൽ സ്റ്റാർട്ടാക്കുക, ഗിയർ കിടുക, ക്ലച്ച് വന്ന് വല്ല കാറ് ബന്ധിക്കുക, ആക്സിഡന്റ് ചവിട്ടുക, ഇങ്ങനെ പറഞ്ഞിട്ട് കാർ അവന്റെ കൈ കൊടുത്തു നോക്കും. അപ്പൊ തന്നെ മയ്യത്താവും. അത് പഠിപ്പിക്കല്ല വേണ്ട, പരിശീലിപ്പിക്കുകയാണ്. എങ്കിൽ അല്ലാഹുവിന്റെ മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും മുൻഗാമികളും മുഴുവനും അവരുടെ മക്കളെയും സമുദായത്തെയും പഠിപ്പിക്കുകയല്ല ചെയ്തത്, പരിശീലിപ്പിക്കുകയാണ് ചെയ്തത്. മദ്രസ നന്നാക്കിയത് കേരളത്തിലെ മദ്രസാ സംവിധാനങ്ങൾ വരുന്നതിന് മുമ്പേ നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾക്കുണ്ടായിരുന്ന ആത്മീയമായ പ്രബുദ്ധത ഇന്നുണ്ടോ? നമ്മുടെ വാപ്പാരും വല്യാപ്പാരൊക്കെ പഴയ കാലത്ത് മദ്രസ പോയിട്ടുണ്ടോ? പരീക്ഷ എഴുതിയിട്ടുണ്ടോ? അവർക്ക് പൊതുപരീക്ഷ ഉണ്ടായിരുന്നു, മുഫത്തിസ് ഉണ്ടായിരുന്നു. ആ സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ട് പോലും അവർക്ക് പരിശീലന സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് മദ്രസ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ സമുദായത്തിന്റെ ഏറ്റവും വലിയ പുരോഗതി കാരണം മദ്രസകൾ തന്നെയാണ്. പക്ഷേ ആ മദ്രസ പഠനത്തിൽ മാത്രം നിർത്തരുത്. പരിശീലനം ഇന്ന് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് മദ്രസ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അവർക്ക് ആ മൂല്യങ്ങൾ കൊണ്ടു നടക്കാൻ സാധിച്ചു. അതിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം. അല്ലാഹുവിന്റെ പ്രവാചകർ പറയുന്നുണ്ട്, ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ബിമാ സർവ ബിയംവലുവ. ആദ്യകാല മുസ്ലിമീങ്ങൾ എങ്ങനെയാണോ രക്ഷപ്പെട്ടത്, വിജയിച്ചത്, നല്ലവരായത്, ആദ്യകാല മുസ്ലിമീങ്ങൾ നന്നാവാനും ഉഷാറാകാനും എന്തൊക്കെ മാർഗങ്ങളാണോ സ്വീകരിച്ചിരുന്നത് ആ മാർഗങ്ങളിലേക്ക് മടങ്ങുകയാണല്ലാതെ അവസാന കാലത്തിലെ മുസ്ലിമീങ്ങൾക്കും നന്നാകാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് കുട്ടികൾക്ക് എല്ലാത്തിനും നല്ല മാർക്ക് കിട്ടിയാൽ, ++ കിട്ടിയാൽ സമ്മാനം കിട്ടും, സർട്ടിഫിക്കറ്റ് കിട്ടും. അത് വീട്ടിൽ കൊണ്ടുപോയി തൂക്കിയിടും. രക്ഷിതാക്കൾ അഭിമാനിക്കും, എന്റെ മകൾക്ക്, എന്റെ മകന് +2 10ാം ക്ലാസ്സിൽ, 7ൽ, 5ാം ക്ലാസ്സിൽ എല്ലാത്തിലും ++ ആണ്. പക്ഷേ ഞാൻ പറയട്ടെ, ചോദ്യ പേപ്പർ കിട്ടിയാൽ ഉത്തരക്കടലാസിൽ എല്ലാത്തിനും മറുപടി കൃത്യമായി എഴുതി വെക്കുകയാണ്. കിടക്കാൻ പോകുമ്പോ ചൊല്ലുന്ന ദിക്ർ കുട്ടി ഉത്തരക്കടലാസിൽ എഴുതുന്നുണ്ട്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ചൊല്ലാനുള്ള ദിക്ർ കുട്ടി ഉത്തരക്കടലാസിൽ എഴുതി വെക്കുന്നുണ്ട്. വുളൂ ചെയ്തു കഴിഞ്ഞാൽ ആകാശത്തേക്ക് കൈ ഉയർത്തി കണ്ണുയർത്തി ദുആ ചെയ്യേണ്ട ദുആ ഉത്തരക്കടലാസിൽ കൃത്യമായി കുട്ടി എഴുതി വെക്കുന്നു. ഉറക്കത്തിലേക്ക് പോകുമ്പോ ചൊല്ലേണ്ട ദിക്ർ എഴുതി വെക്കുന്നുണ്ട്. അപ്പോ എല്ലാത്തിനും നല്ല മാർക്കുണ്ട്, ++ കിട്ടുകയും ചെയ്തു. പക്ഷേ ഈ കുഞ്ഞു ഉത്തരക്കടലാസിൽ എഴുതി വെച്ചു എന്നല്ലാതെ ഉറങ്ങാൻ പോകുമ്പോ ചൊല്ലുന്ന ദിക്ർ തന്റെ ജീവിതത്തിൽ പകർത്തുന്നില്ല. അവൻ വുളൂ ചെയ്താലുള്ള ദുആ പോയിട്ട് വുളൂ തന്നെ ഇല്ല. ഇതുപോലെ വുളൂ ചെയ്ത ശേഷമുള്ള ദുആ ഇല്ല, ജീവിതത്തിലൊന്നും പകർത്തുന്നില്ല. ജീവിതത്തിൽ ഇത്തരം ദിക്റുകളോ ഖുർആനുകളോ ഇല്ല. അൽ ബഖറ അവൻ തബാറക പഠിച്ചിട്ടുണ്ട്, വാഖിഅ സൂറത്ത് പഠിച്ചിട്ടുണ്ട്. ഉസ്താദ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് കൃത്യമായി വാഖിഅ സൂറത്തും തബാറക സൂറത്തും ഉസ്താദിന് മുമ്പിൽ ഓതി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 100ൽ 100 മാർക്ക് അവൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവന് ++ കിട്ടും, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടും. പക്ഷേ ജീവിതത്തിൽ ഓതി നോക്കുന്നില്ല. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഖുർആൻ ഓതാൻ സമയമില്ല. ഇങ്ങനത്തെ ++ കിട്ടുന്നതാണോ നല്ലത്? ഇനി ഞാൻ പറയട്ടെ, വേറെ ചില കുട്ടികൾക്ക് ഉത്തരം കൃത്യമായി എഴുതാൻ കഴിയില്ല. ഉസ്താദ് ചോദിക്കുമ്പോ ഓതി കൊടുക്കാൻ കഴിയില്ല. യാസീനും തബാറക്കയും അവർക്ക് ഓതി കൊടുക്കാൻ
കൊടുക്കാൻ കഴിഞ്ഞില്ല. ഉറങ്ങാൻ പോകുമ്പോ ചൊല്ലുന്ന ദിക്ർ ഉത്തര കടലാസിൽ എഴുതാൻ കഴിഞ്ഞില്ല. ടോപ്പ് പ്ലസ് കിട്ടിയതില്ല, ഫസ്റ്റ് ക്ലാസ് കിട്ടിയതില്ല. പക്ഷേ കുട്ടി എന്നും കടന്നുറങ്ങുമ്പോ ദിക്ർ ചൊല്ലിയിട്ടാണ് കടന്നുറങ്ങുന്നത്. എന്നും ഇശാമഗ്രിബിന്റെ ഇടയിൽ തബാറക ഓതുന്നുണ്ട്, ബാക്കി ഓതുന്നുണ്ട്. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതിലേതാണ് ഏറ്റവും മികച്ച കുട്ടി എന്നറിയണോ? ഉത്തര കടലാസിൽ എഴുതി വെച്ചവനല്ല, എല്ലാത്തിലും ടോപ്പ് പ്ലസ് വാങ്ങിയവനല്ല, ജീവിതത്തിൽ ഇസ്ലാം കൊണ്ട് നടക്കുന്നവരാണ്. ഇവിടെയാണ് ഉമ്മമാരോട് സ്നേഹത്തോടെ പറയാറുള്ളത്. സ്കൂൾ വിദ്യാഭ്യാസം പോലെ ഇന്നത്തെ മദ്രസ വിദ്യാഭ്യാസം പരീക്ഷയിൽ ജയിക്കാനും മാർക്ക് സ്കോർ ചെയ്യാനും നല്ല ഫസ്റ്റ് കിട്ടാനും സമ്മാനം വാങ്ങാനും ഇതിന് മാത്രമായി മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴാണ് ഉമ്മാനോട് സ്നേഹം ഇല്ലാത്ത മക്കളായി വരുന്നത്. താമരശ്ശേരിയിലെ മുസ്ലിം മകനല്ലയോ ഈ കഴിഞ്ഞ ദിവസം SLC റിസൾട്ട് വരുമ്പോ താമരശ്ശേരിയിലെ സഹബാസ് എന്ന് പറയുന്ന പാവം ചെറുപ്പക്കാരൻ ഒരു വിഷയത്തിൽ A+ കിട്ടിയിട്ടുണ്ട്, ബാക്കി മുഴുവനും ആബ്സെന്റ് ആണ്. എന്തേ അവനെ കൊന്നു കളഞ്ഞതാണ് ആര് എന്നറിയണോ? അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ സഹപാഠിയെ കൊന്നു കളയുമ്പോ രണ്ട് കണ്ണും കുത്തി പൊട്ടിച്ചങ്ങ് കുട്ടിയെ ഇടങ്ങേറാക്കുമ്പോ ചിന്തിക്കണം, എവിടെ നിന്നാണ് കുട്ടികൾ ഈ ബോധം അവർക്ക് കിട്ടിയത്? ഒപ്പം പഠിക്കുന്ന രണ്ട് കണ്ണും കുത്തിയാണ് പൊട്ടിക്കുക. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വോയിസ് ഇടാ, എടാ ഞാനേ ഷഹബാസിന്റെ രണ്ട് കണ്ണും കുത്തി പൊട്ടിച്ചിട്ട് പോയി നോക്ക്. എങ്ങനെയാണ് കുട്ടികൾക്ക് ഈ മനസ്സങ്ങനെ വന്നത്? അഫാൻ എന്ന് പറയുന്ന മറ്റൊരു മുസ്ലിം +2 കഴിഞ്ഞ കുട്ടിയല്ലേ, തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിന് ആരാളെ കൊന്നത്? ഒരു പട്ടിനെ കൊല്ലണമെങ്കിൽ എത്ര സമയം എടുക്കും? ഒരു പെരിച്ചായിനെ കൊല്ലാത്ത സമയം എടുക്കും? ഒരു നായിനെ എറിഞ്ഞു കൊല്ലാൻ, അടിച്ചു കൊല്ലാൻ നമുക്ക് കഴിയും, എത്ര സമയം എടുക്കും? ഇത് കുടുംബത്തിലെ വല്യമ്മാനും വല്യപ്പാനെയും ഇളയമാനും സ്വന്തം മാനും അല്ലെ കാമുകനും ആണ്ട് 6 പേരെ കുത്തിക്കൊലപ്പെടുത്തുക, ചുറ്റുകൊണ്ട് തലക്കടിച്ച്. ഈ ആസൂത്രണം എവിടെ നിന്ന് കിട്ടി? ഇവരൊന്നും മദ്രസ പോകാത്തവരല്ല. ഇവിടെയാണ് ഞാനിവിടെ പരിശുദ്ധ ഖുർആനിൽ 1-ാമത്തെ ആയത്ത് ഓതിയത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ ബട്ട്ലർ പറഞ്ഞു, എഡ്യൂക്കേഷൻ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്രോസസ് ബൈ വിച്ച് എ ലിറ്റിൽ സാവേജ് ടേൺസ് ഇൻടു എ ഫൈൻ ആൻഡ് ഫസ്റ്റ് ക്ലാസ് ജെന്റിൽമാൻ. ഒരു മാന്യതയില്ലാത്ത ഒരു മൃഗീയനായ മനുഷ്യനെ ഏറ്റവും നല്ല മാന്യനാക്കുന്ന പ്രതിഭാസമാണ് വിദ്യാഭ്യാസം. അതാണോ ഇന്ന് സ്കൂളിൽ? ഈ കഴിഞ്ഞ SLC പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോ എല്ലാ രക്ഷിതാക്കളും സ്കൂളിൽ പോയില്ലേ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാൻ? എന്താ നമ്മുടെ വിദ്യാഭ്യാസത്തിന് മെച്ചം? ഗവൺമെന്റ് സ്കൂളിൽ ഈ പ്രാവശ്യം SLC പരീക്ഷ കഴിഞ്ഞ് ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞ് എല്ലാ രക്ഷിതാക്കളും 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ കൊണ്ടുവരാൻ സ്കൂൾക്ക് പോയിട്ടുണ്ട്. കാരണം എന്താ? സ്കൂള് പൂട്ടണമെന്ന് കുട്ടികളെ കച്ചറുണ്ടാക്കും, അടിപിടി ഉണ്ടാക്കും, ചിലപ്പോൾ കൊലപാതകം വരെ നടന്നേക്കാം. പിന്നെ എന്തിനാ 10 കൊല്ലം കുട്ടികളെ പഠിപ്പിച്ച്? നഴ്സറിക്കും അംഗനവാടിക്കും കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി രക്ഷിതാക്കൾ പോകുമെങ്കിൽ 10 കൊല്ലം പഠിപ്പിച്ച് SLC പരീക്ഷ കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ കൊണ്ടുവരാൻ രക്ഷിതാക്കളും പിന്നെ പോലീസും, എല്ലാ ഹൈസ്കൂളും പോലീസ് കാവലായിരുന്നു. കാരണം കുട്ടികളെ 10ാം ക്ലാസ് കഴിഞ്ഞ് ആഘോഷിച്ച് അടിച്ചു പിരിഞ്ഞോ? എവിടുന്നായി കുട്ടിക്ക് ബോധം കിട്ടിയത്? സഹോദരനെ ബഹുമാനിക്കണം, സ്നേഹിതനെ സ്നേഹിക്കണം, മാന്യത വേണം, പെരുമാറ്റത്തിൽ സ്നേഹം. ഇതൊക്കെ കുട്ടികളുടെ മനസ്സിൽ എവിടെ പോയി? കോമ്പസ് കൊണ്ട് കുട്ടിയുടെ പുറത്ത് വരഞ്ഞിട്ട് അറുത്തിട്ട പോത്തിന്റെ പശുവിന്റെ തൊലി മുറിക്കുമ്പോ ഇങ്ങനെ നടുവില് വരഞ്ഞിട്ട് രണ്ട് പാളിക്ക് പൊളിക്കൂല. ഇതേപോലെ സഹപാഠിന്റെ പുറം മൂർച്ചയുള്ള കോമ്പസ് കൊണ്ട് കുത്തി വരഞ്ഞിട്ട് 2 പൊളിയാക്കി പൊളിച്ചിട്ട് എരിയുന്ന ലോഷൻ അതിലേക്ക് ഒഴിച്ച് അവൻ ആർത്ത് കരയുമ്പോ പൊട്ടിച്ചിരിക്കുന്ന കുട്ടികൾ നമ്മുടെ കേരളത്തിൽ 3 മാസം മുമ്പ് നടന്ന റാഗിംഗ്. എറണാകുളത്ത് ഫ്ലാറ്റ് 26ാം നിലയിൽ നിന്ന് ചാടി ഒരു മുസ്ലിം കുട്ടി ആത്മഹത്യ ചെയ്തു. എന്താ കാരണം? 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സഹപാഠികൾ 9ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. ക്ലോസറ്റിലേക്ക് അവന്റെ തരങ്ങ് പൂഴ്ത്തി ഫ്ലഷ് അടിച്ചു. മലമുള്ള വിസർജനമുള്ള ക്ലോസറ്റിലേക്ക് സഹപാഠികൾ അവന്റെ തലങ്ങെട്ട് താഴ്ത്തിയിട്ട് ഫ്ലഷ് അടിച്ചു. വിസർജനങ്ങൾ ഫുൾ അവന്റെ മലം മൂലക്കും തൊള്ളേക്കും വന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. വീട്ടിൽ പോയിട്ട് വേഗം ചാടി ആത്മഹത്യ ചെയ്തു. നമ്മുടെ കേരളത്തിൽ 4 മാസം മുമ്പ് നടന്നതാ. ഞാൻ പറഞ്ഞത് ഇതാണോ വിദ്യാഭ്യാസം? റാഗിങ്ങും അടിപിടി മനുഷ്യനെ ചെറുപ്പത്തിൽ തന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ നല്ല 12 വയസ്സായ കുട്ടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്തത് 14 വയസ്സായ 2 കുട്ടികൾ അതേ പ്രായത്തിലുള്ള മറ്റൊരു കുട്ടിയുമായി വൃത്തികെട്ട ലൈംഗിക വേച്ച് ഏർപ്പെടുന്നത് ഈ കഴിഞ്ഞ 2 ആഴ്ച ആയിട്ടുള്ളൂ. 12 വയസ്സായ കുട്ടി വീഡിയോ എടുത്തു. ആലോചിച്ച് നോക്കണം, എവിടെ നിന്നായി കുട്ടികൾക്ക് ഇത് കിട്ടിയത്? നമ്മുടെ മക്കളുടെ ഈ ഡിവൈസിൽ അടിമപ്പെട്ടു പോയി ബുദ്ധി പോലും കുറഞ്ഞു.
കുട്ടികൾ ചോദിക്കും 13, 28, 18 കൂട്ടലത്ര കുട്ടികൾക്ക് പോയിട്ട് പ്രായ ആൾക്കാർക്ക് പോലും കഴിയുന്നില്ല. പണ്ടൊരു കടയിൽ പോയി സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ചായപ്പൊടി, പഞ്ചസാര, കടുക്, ചെറുപയര്, പയര്, കടല, ഉള്ളി, തക്കാളി എല്ലാം വാങ്ങിയാൽ ഒരു പെണ്ണെടുത്തിട്ട് പേപ്പറിൽ ഇങ്ങനെ കൂട്ടും. ഇവിടെ എത്ര ക്യൂ ഉണ്ടെങ്കിലും ഈ വാങ്ങിയ സാധനങ്ങൾ ഇന്ന് വാങ്ങണ മാതിരി 1 കിലോ 2 കിലോ അല്ല, 500, 250, 350 ഇങ്ങനെ സാധനം വാങ്ങുക. എന്നിട്ട് കറക്റ്റ് കൂട്ടി കൊടുക്കും. ഇന്ന് ആർക്കെങ്കിലും കാൽക്കുലേറ്റർ ഇല്ലാതെ കൂട്ടി കൊടുക്കാൻ പറ്റുമോ? ബുദ്ധി മരവിച്ചു പോയി. കാരണം നമ്മൾ കാൽക്കുലേറ്ററിനെ ആശ്രയിച്ചു, കാൽക്കുലേറ്ററിനെ കൃത്യമായി ആശ്രയിച്ചു. ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ഡിവൈസുകൾക്ക് അടിമപ്പെട്ടു പോയപ്പോൾ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇതിൽ യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ മദ്രസകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ മൂല്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുപോകണം. അല്ലാഹുവിന്റെ ഹബീബ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുകയാണ്, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ജീവൻ എന്ന് പറയുന്നത് ഇൽമാണ്. എവിടെയെങ്കിലും പുലി ഇറങ്ങി എന്ന് കേട്ടാൽ ആരും പുറത്തിറങ്ങൂല, പേടിയാണ്. എന്നാൽ പുലിയെ വെടിവെച്ച് കൊന്നു എന്നോ, പുലി വിഷം കൊടുത്താരോ കൊന്നു എന്നറിഞ്ഞാൽ പുലിയെ കാണാൻ എല്ലാ കുട്ടികളും പുറത്തേക്കിറങ്ങും. ഇതുവരെ പേടിച്ചു വീട്ടിന്റെ അകത്ത് കഴിഞ്ഞുകൂടിയവര് ചത്തുപോയെന്ന് കേട്ടാൽ പുലിയെ കാണാനും സെൽഫി എടുക്കാനും പുലിയെ ഒന്ന് തൊട്ടു നോക്കാനും പുലിയിനരികിലേക്ക് വന്നു. ഇന്നലെ വരെ ഈ പുലിയെ പേടിച്ചിട്ടാണ് വീട്ടിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടിയിരുന്നത്. ഇന്നെന്തേ പേടി പോയത്? ജീവൻ പോയതാണ്. മൂർഖം പാമ്പ് കണ്ടാൽ പേടിക്കുന്നവരാണ്, കാരണം കടിക്കോ പേടിയാണ്. ചത്ത മൂർഖം പാമ്പിന് ഏത് കുട്ടികളും വെടികൊണ്ട് കുത്തി നോക്കും, കാരണം ജീവൻ പോയി. ഇതുപോലെ ഇസ്ലാമിന്റെ ജീവൻ എന്താണെന്നറിയോ? സമ്പത്തല്ല, ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ജീവൻ ഇൽമാണെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. എത്ര നല്ല ഉദാഹരണമാണ്! വലിയ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോ, അല്ലെങ്കിൽ വലിയ മലവെള്ളപ്പാച്ചിലുണ്ടാകുമ്പോ ചാലിയാർ പുഴയിലൂടെ ടൺകണക്കിന് ഭാരമുള്ള തേക്കിൻ തടികൾ പോലും ഒലിച്ചു വരുന്നത് കാണാം. ചത്തുപോയ മൃഗങ്ങളെ ജഡങ്ങൾ ഒലിച്ചു പോകുന്നത് കാണാം. ആന പോലും, ചത്ത ആനകൾ പോലും ഒലിച്ചു പോകുന്നത് കാണാം. എത്ര വലിയ ടൺ കണക്കിന് ഭാരമുള്ള, എത്ര വലിയ കിൻഡൽ കണക്കിന് ഭാരമുള്ള മരത്തടികളാണെങ്കിലും പുഴയിലൂടെ ഒലിച്ചു വരുമ്പോ ചെറുവിരലിന്റെ അത്ര വലിപ്പത്തിലുള്ള പരൽമീനുകള് ഈ ഒഴുക്കിനെതിരായി നീന്തുന്നത് കാണാം. എന്തേ കാരണം? ഈ മരത്തടികൾക്ക് ഒഴുക്കിനെതിരെ നീന്താൻ കഴിയില്ല, ഒലിച്ചു വരികയാണ്. ഈ ചെറിയ ചെറുവിരലിന്റെ വലിപ്പത്തിലുള്ള പരൽമീനുകള് എന്റെ ഒലിച്ചു പോകാത്തത്? അതിന് ജീവനുണ്ട്. വലിയ വലിയ ടൺ കണക്കിന് ഭാരമുള്ള മരങ്ങൾ ഒലിച്ചു പോകുമ്പോ ഈ മീനുകൾ ഒലിച്ചു പോകാതിരിക്കുന്നത് അതിന് ജീവനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യ, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ജീവൻ ഇൽമാണ്. ഇന്ന് മയക്ക് മരുന്നും ലഹരിയും കഞ്ചാവും MDMA എല്ലാ നാടിനും പിടിമുറുക്കുമ്പോ ചെറിയ കുട്ടികൾ പോലും എന്റെ വലിയ വലിയ കേസുകൾക്ക് പ്രതിയാകുമ്പോ എന്താ പരിഹാരം എന്നറിയണോ? ഒരുപാട് ബോധവൽക്കരണ പ്രസംഗങ്ങൾ നടത്താനല്ല, ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കാനല്ല, അല്ലാഹുവിനെ പറ്റിയുള്ള ഇൽമ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇന്ന് നമ്മുടെ മക്കൾക്ക് ഭൗതികമായ വലിയ സംവിധാനങ്ങളുണ്ട്, മദ്രസ വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ ആത്മീയ ബോധം കൊടുക്കണം. കുറെ അറിവുകൾ പഠിച്ചത് കൊണ്ട് കാര്യമായില്ല. പഠിപ്പല്ല വേണ്ടത്, ബോധമാണ് വേണ്ടത്. പഴയ കാലത്ത് നാടന്മാരായ പച്ച മനുഷ്യന്മാരുണ്ടായിരുന്നു. വലിയ അറിവൊന്നും ഉണ്ടാകൂല, പക്ഷേ തഖ്വയുണ്ട്. തഖ്വ എന്നത് മദ്രസയിൽ കൊടുക്കാൻ കഴിയണം. കുറെ അറിവുകൾ പഠിപ്പിക്കാനുള്ള വിഷയം തർബിയത്താണ്, തസ്കിയത്താണ് വിഷയം. ഓരോ രക്ഷിതാക്കളും ഉസ്താദുമാരും കമ്മിറ്റി ഭാരവാഹികളും മക്കൾക്ക് അദബ് പഠിപ്പിക്കാനും തസ്കിയത്ത് കൊടുക്കാനുമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് അറിവുകളുടെ കൂമ്പാരങ്ങൾ ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. കാരണം എന്താ? വിദ്യാഭ്യാസവും അറിവും കൂടുതലുള്ളത് കൊണ്ട് രക്ഷപ്പെടുവാങ്കിൽ ഏറ്റവും വലിയ അറിവും വിദ്യാഭ്യാസം ബിസിനസ്സിലുണ്ടായിരുന്നു. ഇന്ന് മക്കൾക്ക് അദബ് നഷ്ടപ്പെട്ടു പോയി. ഉസ്താദുമാരെ ചോദ്യം ചെയ്യാം. എങ്ങനെയാണ് അവരിന്ന് ഇതൊക്കെ പഠിക്കുന്നവരെന്നാരോ? ഈ സോഷ്യൽ മീഡിയ പഠിക്കുന്നത്, വാട്സപ്പ്, ഫേസ്ബുക്ക്. നമ്മൾ വളർന്നു വന്ന കാലല്ല.
അപ്പൊ ആ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ മക്കൾക്ക് ദീനീപരമായ പശ്ചാത്തലങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്തേ പറ്റൂ. എന്റെ പ്രസംഗം കേൾക്കുന്ന ഉമ്മമാരുണ്ടല്ലോ, നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നമ്മള് പിടിക്കുന്നോടത്ത് കിട്ടൂല നമ്മുടെ മക്കൾക്ക് നല്ലൊരു പശ്ചാത്തലം, ദീനിയായ പശ്ചാത്തലം, ഇതിനൊക്കെ ആത്മീയമായ കാര്യങ്ങൾക്കൊരു മുൻതൂക്കം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്തേ പറ്റൂ. ഒരു ഹദീസ് ഞാൻ പറയാം. എന്റെ ശേഷം ഒരു കാലം വരാനുണ്ട്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു മനുഷ്യൻ നായനെ തീറ്റിപ്പോറ്റലാണ്, പട്ടിക്കുട്ടിയെ തീറ്റിപ്പോറ്റലാണ്, അവനക്ക് ഏറ്റവും ഖൈർ സ്വന്തം മകനെയോ സ്വന്തം മകളെയോ സ്വന്തം കുട്ടിയെ തീറ്റിപ്പോറ്റുന്നതിനേക്കാൾ നല്ലത് പട്ടിയെ തീറ്റിപ്പോറ്റലാണ്. അങ്ങനത്തെ കാലം എന്റെ ഉമ്മത്തിന് വരാറുണ്ട്. അല്ലാഹുവിന്റെ മുത്തുനബി തങ്ങളെ പരിശുദ്ധമായ നബുവത്തിന്റെ നാവ് കൊണ്ട് പറയുകയാണ്, അവസാന കാലം വന്നാൽ ഏതെങ്കിലും ഒരു നായേനോ പട്ടിയെയോ കൂട്ടിലിട്ടിട്ട് തിന്നാൻ കൊടുത്ത് വളർത്തിയാൽ, നായക്ക് പട്ടിക്ക് ബിസ്കറ്റും പാലും കൊടുത്ത് പട്ടിയെ തീറ്റിപ്പോറ്റി വളർത്തിയാൽ, ബുദ്ധിയില്ലാത്ത നാക്കാരിക്ക് ആ ഒരു ജീവിക്ക് തിന്നാൻ കൊടുത്തതിന് കാരണം സ്വർഗ്ഗെങ്കിലും കിട്ടും. സ്വന്തം മകൻക്കും മകൾക്കും തിന്നാൻ കൊടുക്കണതിന് പകരം പട്ടിക്ക് തിന്നാൻ കൊടുത്താൽ, മകനെ പോറ്റണതിന് പകരം മകളെ പോറ്റണതിന് പകരം പട്ടിയെ പോറ്റി വളർത്തിയാൽ അതായിരിക്കും അവനക്ക് കൂലി കിട്ടുക. അങ്ങനത്തെ കാലം വരാനുണ്ട് എന്ന് അല്ലാഹുവിന്റെ മുത്തുനബി തങ്ങൾ പോലും പറയുമ്പോ എത്ര ഭീകരമാണ് നമ്മുടെ കാലഘട്ടത്തിന്റെ അവസ്ഥ. ഈ ഒരൊറ്റ ഹദീസ് ചിന്തിച്ചാൽ പോരെ രക്ഷിതാക്കളെ. ഞാൻ ഇത് കുറച്ച് ഓവർ വർത്താനാണ്, ഞാൻ പറഞ്ഞല്ല, മുത്തുനബി തങ്ങളെ നാവുകൊണ്ട് പറയാം. അതിന്റെ ശേഷം ഒരു കാലഘട്ടം വരട്ടോ, പട്ടിണി നായും തീറ്റിപ്പോത്തലായിരിക്കും അവർക്ക് നല്ലത്. ഇനി നിങ്ങൾ ചിന്തിക്കുക, ശരിയാണോ? മകൾക്ക് എല്ലാ ഭൗതിക വിദ്യാഭ്യാസവും കൊടുക്കും, പക്ഷെ ആത്മീയമായ ഒരു ബോധം ഉണ്ടാവില്ല. അവൾക്ക് കുറച്ച് കഴിയുമ്പോഴേക്ക് പ്രണയം, അനുരാഗം, പ്രേമം, മുസ്ലിം തന്നെ ഇസ്ലാം തന്നെ വേണ്ടാന്നിടത്ത് ഇന്നത്തെ മക്കൾ ലിബറൽ ചിന്താഗതി വരികയാണ്. എന്താ അല്ലാഹു റസൂൽ മനുഷ്യൻ നന്നായാൻ പോരെ, എല്ലാവർക്കും നടന്നാൻ പോരെ, എന്തിനാ ഇസ്ലാമിനെ നിഷേധിക്കുക, മുത്തുനബി തങ്ങളെ ഖുർആനൊക്കെ നിഷേധിക്കുക, ലിബറൽ ചിന്താഗതി, മത നിരാസം, ഇതിനൊക്കെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തലയെ തട്ടേണ്ട ആവശ്യം, എന്തിനാ തല മറക്കണത്? അതിനൊക്കെ നല്ലത് എന്താ? മുസ്ലിമായ ആളെ തന്നെ കല്യാണം കഴിക്കുന്ന നിയമം, അങ്ങനെ അതൊക്കെ വെറുതെയാണ്. എന്നിട്ട് ജനറേഷൻ ഗ്യാപ്പ്, ഇതൊക്കെ തന്ത വൈബ്. 2024 പോകുമ്പോൾ മാതൃഭൂമി പത്രവും മനോരമ പത്രവും പറഞ്ഞെന്താ, ഈ 2004 ഒരു സംഭാവന, 2 വാക്ക്, തന്ത വൈബ് എന്നുള്ള പ്രയോഗം. നല്ല കാര്യങ്ങളൊക്കെ അതൊക്കെ തന്ത വൈബല്ലേ? ആലോചിച്ച് നോക്കണം. ആണും പെണ്ണും കണ്ടാൽ സലാം കൊടുക്കുക, കൈ കൊടുക്കുക. സലാം പറയുമ്പോൾ ഹറാമാണല്ലോ, അന്യപുരുഷനും അന്യസ്ത്രീയും തമ്മിൽ. ചെന്ന് കൈ കൊടുക്കുക, സലാം പറയുക, തോളിൽ കൈ, ഒന്നൊരു വിഷയമല്ല. ടൂറ് പോവുക, വലിയ ക്യാമ്പസിലായിരിക്കും, മംഗലാപുരത്തോ മൈസൂരോ ബാംഗ്ലൂരോ കൊച്ചിയോ കോയമ്പത്തൂരൊക്കെ പഠിക്കുക. അവർ ട്രെയിനിലാണ്ട് കയറാൻ പിന്നെ തന്റെ കൂടെ പഠിക്കുന്ന ആൺകുട്ടികളൊക്കെ സ്വന്തം ആങ്ങളമാരെ മാതിരിയാണ്, സ്വന്തം ആങ്ങളമാരെ പോലെ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താക്കന്മാരെ പോലെ. അതൊന്നും നമ്മുടെ വിഷയമല്ല. ഓക്കെ, എംടെക് ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ബിടെക് പാസ്സായാൽ മതി, CA പാസ്സായാൽ മതി, MBA കിട്ടിയാൽ മതി, അവൾ ഡിഗ്രി ചെയ്താൽ മതി, ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ മക്കളെ തീറ്റിപ്പോറ്റിട്ട് എന്ത് കിട്ടാനാ? നായ്ക്ക് തിന്നാൻ കൊടുത്തൂടെ എന്ന് മുത്തുനബി തങ്ങളെ വാക്കാ. രക്ഷിതാക്കൾ ചിന്തിക്കണം എന്താ? പശുവിന് നന്നായി പുണ്ണാക്ക് കൊടുത്താൽ നല്ല പാല് കിട്ടും. ഇതേപോലെ കുട്ടികൾക്ക് നല്ല കോഴ്സ് കൊടുത്താൽ നല്ല ശമ്പളം ഗൾഫിന്ന് കിട്ടും. അപ്പൊ മക്കളെ കൊണ്ട് നല്ല വരുമാനം ഉണ്ടാക്കിച്ചാൽ വേണ്ടിയിട്ട് നല്ല കാശ് കൊടുത്ത് നല്ല ഡിഗ്രി കൊടുക്കുക. സ്വാശ്രയ കോളേജിൽ കോടികൾ കെട്ടിയിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് ഡിഗ്രി കൊടുക്കണെന്തിനാ? അപ്പോഴേ അവരെ കൊണ്ട് പിന്നെ വരുമാനം ഉണ്ടാവുള്ളൂ. പശുവിന് പുണ്ണാക്ക് കൊടുക്കണ മാതിരിയാണ് ഇന്നൊക്കെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നത്. വേണ്ട പറഞ്ഞില്ല, വേണം. ഭൗതിക വിദ്യാഭ്യാസം അനിവാര്യം, പക്ഷേ ആത്മീയ വിദ്യ വേണം. തൈവ ഉസ്താദ് പാടി പറഞ്ഞിട്ടുണ്ട്, ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യ വേണം, ആത്മീയ വിദ്യയാണ് ഇതിന്റെ ബ്രേക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ആത്മീയ ബോധം കൊടുക്കണം. ആദ്യം നമുക്ക് ബോധം വേണം. പൈപ്പ് തുറന്നപ്പോ ചളിവെള്ളം ഇങ്ങനെ വരിക, അതിന് പൈപ്പ് തച്ചുടച്ചിട്ട് കാര്യമല്ല, ടാങ്ക് വൃത്തിയാക്കണം. ടാങ്കിലെ വെള്ളം കറങ്ങിയാൽ ഈ പൈപ്പിൽ കൂടെ വരുന്ന വെള്ളം കേടും. അതിന് പൈപ്പ് അടിച്ചു പൊട്ടിച്ചിട്ട് കാര്യമല്ല, ആദ്യം ടാങ്ക് പോയി ശരിയാക്കണം.
നിങ്ങളെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾക്ക് വന്നു കൊടുക്കുന്ന തന്തനും തണ്ടനും പാരമ്പര്യ ബിഹേവിയർ ഈസ് കോപ്പി. അവരെ ശരിയാക്കണം. സുബൈ നിസ്കരിച്ചാതെ കടന്നുറങ്ങുന്ന ഉമ്മാന്റെ മകൾ എങ്ങനെ സുബൈസ്കരിക്കും? ബാങ്ക് തൊട്ടടുത്ത് പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ നിസ്കരിക്കാനും ജമാഅത്തിന് പോകാതെ കടന്നുറങ്ങുന്ന വാപ്പാന്റെ മകൻ എങ്ങനെയൊക്കെ ഇസ്ലാമികപരമായി നിസ്കാരത്തിന്റെ കൃത്യനിഷ്ഠത പഠിക്കും? അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മദ്രസകൾക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടും, പള്ളികളൊക്കെ മനോഹരാക്കപ്പെടും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ആത്മീയമായ ബോധം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആഭാസങ്ങൾ ഉമ്മത്തിലേക്ക് കയറി വരിക. ഓരോ ആഭാസം. സ്വർണത്തിനൊക്കെ വില കൂടി. സ്വർണ്ണമെല്ലാം കൊടുക്കണമെന്നില്ല പെൺകുട്ടികളെ കെട്ടിക്കുമ്പോ. പക്ഷെ ഇന്ന് പെണ്ണ് കാണൽ ചടങ്ങ്, വളയിടൽ ചടങ്ങ്, മിഠായി കൊടുക്കുന്ന ചടങ്ങ്, മുമ്പൊന്നും ഇല്ലാത്ത വിധം ദൂർത്തുകളുടെ കൂമ്പാരമായി ഉമ്മത്ത് മാറിയെങ്കിൽ നമ്മൾ ചിന്തിക്കണം, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ നമുക്ക് വരാനുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിന്തിക്കും. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം വരണം. ഒരു ഹദീത്ത് കൂടി ഞാൻ പറയാം, എന്റെ വാക്കല്ല, അല്ലാഹുവിന്റെ മുത്ത് നബി തങ്ങൾ പറയാണ്, എന്റെ ശേഷം ഒരു കാലം വരാനുണ്ട്. ഈ ഹദീത്ത് അങ്ങ് അർത്ഥം മനസ്സിലാക്കിയാൽ ഇന്നത്തെ കാലത്തേക്ക് നോക്കിയിട്ട് നബി തങ്ങൾ പറഞ്ഞതാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ജനങ്ങൾക്ക് ഖിയാമത്ത് നാളാകുമ്പോ എന്റെ ശേഷം ഒരു കാലം വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ അവസ്ഥ എന്താ ോ നിബിധങ്ങൾ പറയാണ്, രക്ഷിതാക്കൾക്ക് നല്ല ദീനീയ ബോധമുണ്ടാകും, അവർക്ക് നല്ല മതബോധമുണ്ടാകും, ഉമ്മാക്കും ബാപ്പാക്കും നിസ്കാരവും ദീനുമൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു മനുഷ്യന്റെ ദീൻ നശിച്ചു പോകല്, അവന്റെ പരലോകം കുളം തോണ്ടല്, ഭാര്യയുടെ കാരണമോ മക്കളെ കാരണമോ ആ രക്ഷിതാവിന്റെ ദീൻ തകർന്നു പോകും. ആ വീട്ടുകാരന് ദീനുണ്ടാകും, തഖ്വയുണ്ടാകും, പക്ഷേ ആ മനുഷ്യന്റെ ദീൻ തകരല് ഭാര്യയുടെയും മക്കളുടെയും കാരണം കൊണ്ടായിരിക്കും. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, കാരണം എന്താണെന്നറിയോ? യുകല്ലിഫൂനഹു മാ ലാ യുതീഖ്. ആ പാപം കുടുംബനാഥൻ ഈമാനുണ്ട്, തഖ്വയുണ്ട്, ദീനീ ബോധമുണ്ട്, പക്ഷേ ആ മനുഷ്യന്റെ ഭാര്യയും മക്കളും ആ കുടുംബനാഥനോട് പല കാര്യങ്ങളും ഇങ്ങനെ നിർബന്ധിക്കും. അയാളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത പല ആചാരങ്ങളും പല മാമൂലുകളും ഭാര്യയും മക്കളും ഈ കുടുംബനാഥനെ നിർബന്ധിച്ച് പ്രേരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇന്ന ചടങ്ങ് മറ്റേ ചടങ്ങ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മോശന്റെ ജനറേഷന് കാലം മാറിയിട്ടുണ്ട്. അപ്പുറത്തെ കല്യാണം കണ്ടില്ലേ വാപ്പാ, ഇപ്പുറത്തെ സൽക്കാരം കണ്ടില്ലേ വാപ്പാ എന്നിങ്ങനെ പറഞ്ഞ കുടുംബനാഥനോട് ഭാര്യയും മക്കളും പലതും ഇങ്ങനെ സമ്മർദ്ദത്തിനാക്കും, പറഞ്ഞു കൊടുക്കും. എന്നിട്ട് മുത്തുനബി തങ്ങൾ പറയാണ്, ബാപ്പാനെ അവരിങ്ങനെ ഇടങ്ങേറാക്കും, ബാപ്പാനെ അവർ കൊച്ചായി കാണും. നിങ്ങൾ ഏത് ലോകത്താണ് ബാപ്പാ? ഇന്നത്തെ കല്യാണത്തിൽ ഇതാണ് സ്റ്റൈല്, ഇന്നത്തെ പെണ്ണ് കാണൽ ചടങ്ങിന് ഇങ്ങനെയൊക്കെയാണ് സ്റ്റൈല്, ഇതാണ് ഇപ്പത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് ആ കുടുംബനാഥനെ അയാളെ ഭാര്യയും മക്കളും പല നിലക്ക് പറഞ്ഞ സമ്മർദ്ദത്തിനാക്കും. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ആ രക്ഷിതാവിന് ചെയ്യാൻ കഴിയാത്ത സാമ്പത്തിക ബാധ്യത അയാളെ കൊണ്ട് ആ പെണ്ണും കുട്ടികളും നിർബന്ധിച്ച് ഇങ്ങനെ ചെയ്യിക്കും. അപ്പൊ ഇടങ്ങേറാകുമ്പോ ഭാര്യ പറഞ്ഞതല്ലേ, മക്കൾ പറഞ്ഞതല്ലേ, പേരക്കുട്ടികൾ പറഞ്ഞതല്ലേ, മരുമക്കൾ പറഞ്ഞതല്ലേ, അവരെ നീ ഇടങ്ങേറാക്കണ്ട, അവര് പറഞ്ഞാ പിന്നെ അവരെ വെറുപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് ഈ വീട്ടുകാരൻ അങ്ങനെ അവർ നിർബന്ധിക്കുമ്പോ ഈ വീട്ടുകാരൻ ആ നിർബന്ധങ്ങൾക്ക് വഴങ്ങിയിട്ടവൻ പലതും ചെയ്യേണ്ടി വരും. അവന്റെ ദീൻ നശിച്ചു പോകുന്ന, അവന്റെ ആഖിറം കുളം തോണ്ടുന്ന പല ഹറാമുകളും അവൻ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ അവന്റെ ഭാര്യയുടെയും മക്കളെയും പേരക്കുട്ടികളുടെയും കാരണം അവൻ നശിച്ചു പോകുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിക്കുന്നത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇത് ഏതെങ്കിലും ഒരു മൂല്യാർ പറഞ്ഞ വാക്കല്ല, ഏതെങ്കിലും ഒരു സാധാ പണ്ഡിതൻ കിതാബിൽ എഴുതി വെച്ചതല്ല. നൂറ്റാണ്ട് 14 മുമ്പ് മുത്തുനബി തങ്ങൾ പറയുകയാണ്, സ്വഹാബത്തെ എനിക്ക് ശേഷം ഒരു കാലം വരാനുണ്ട്, പല വീട്ടിലെ വാപ്പമാരും ഉമ്മമാർക്കും ദീനും തഖ്വയും ഒക്കെ ഉണ്ടാകും. അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് മാന്യ മര്യാദക്ക് ജീവിച്ച
പോകുമ്പോൾ അവർക്ക് ദൂർത്തുണ്ടാകൂല, ആഭാസങ്ങൾ ഉണ്ടാകൂല. നല്ല നിരക്ക് അവർ ഇസ്ലാമികപരമായി ജീവിച്ചു പോകുമ്പോ അവരെ മക്കളും പേരക്കുട്ടികളും കുടുംബാംഗങ്ങളും അവരെ ഭാര്യയും ഒക്കെ ഈ മനുഷ്യന്മാരെ പല ജാതി മാമൂലുകളും പറഞ്ഞ് നിർബന്ധിക്കുകയും അങ്ങനെ അവര് പലതും പറഞ്ഞ് ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് കഴിയാത്തത് ഉമ്മാനെ ബാപ്പ നിർബന്ധിക്കുകയും അപ്പൊ മക്കള് പറയുന്നോടത്തേക്ക് ഉമ്മയങ്ങ് നിന്ന് കൊടുക്കും, ബാപ്പയങ്ങ് നിന്ന് കൊടുക്കും. അപ്പൊ ചിലപ്പോ തലയില് തട്ടുണ്ടാകൂല, കല്യാണത്തിന്റെ തലേന്ന് പാട്ടും കൂത്തും ഡാൻസും ആയിരിക്കും. മ്യൂസിക്കിന്റെ ഹറാമായ ആർഭാടങ്ങൾ ഉണ്ടാകും, മദ്യപാനം ഉണ്ടാകും, ആണും പെണ്ണും ഇടക്കതരകരുണ്ടാകും. എന്നിട്ട് അന്യ പുരുഷന്മാർക്ക് പച്ചയായി കണ്ടുകൊണ്ട് വ്യഭിചരിക്കാൻ തല പോലും മറക്കാതെ സുന്ദരിയാക്കി സ്റ്റേജിൽ കൊണ്ടുപോയി നിർത്തും. ഇതൊന്നും പറയാൻ പറ്റാത്ത കാലമാണ്. എന്റെ മകളെ കല്യാണമാണോ, തല മറക്കുന്നില്ല. എന്നിട്ട് ഹൃദയത്തിന്റെ നെഞ്ചിന്റെ ഭാഗം അതൊക്കെ പ്രദർശിപ്പിച്ച് സ്റ്റേജുമ്പോൾ ലൈറ്റും കൂടെ തന്നെ ചെക്കന്മാരെ കൂടെ കയ്യും പിടിച്ചിട്ട് അതൊക്കെ ട്രെൻഡാണ്, അല്ലെങ്കിൽ മോശല്ലേ. അപ്പൊ പിന്നെ വാപ്പൊന്നും പറയൂല, ഒന്നും പറയൂല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, മക്കളെ നിർബന്ധത്തിനും പേരക്കുട്ടികളുടെ നിർബന്ധത്തിനും വഴങ്ങി കുടുംബനാഥൻ നിന്ന് കൊടുക്കേണ്ടി വരും. അങ്ങനെ ആ മനുഷ്യൻ നശിക്കുന്നത് അയാൾ നേരിട്ട് മദ്യപിക്കുന്നത് കൊണ്ടാകൂല, അയാൾ നേരിട്ട് ഹറാമായ പലിശ ഉപയോഗിക്കുന്നത് കൊണ്ടാകൂല. കുടുംബക്കാരെ സമ്മർദ്ദങ്ങൾ കാരണം ഹറാമായ പലിശ ചിലപ്പോൾ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഹറാമായ തെറ്റുകൾ പലതും ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കാര്യമാണെന്ന് പറയുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരികളെ, ഈ അടുത്ത് ഞാൻ ഒരു കോടീശ്വരനായ ഒരു വലിയ സമ്പന്നന്റെ കല്യാണത്തിലേക്ക് പങ്കെടുക്കേണ്ടി വന്നു. കൊണ്ടോട്ടിക്കടുത്ത് വലിയ മുതലാളിയാണ്. പക്ഷേ ഞാൻ ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ആണും പെണ്ണും ഇടക്കതൽ എവിടെ കാണാൻ കഴിഞ്ഞില്ല. പെണ്ണുങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നത് പെണ്ണുങ്ങളാണ്, ആണുങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന ആണുങ്ങളാണ്. പെണ്ണുങ്ങൾക്ക് വേറെ സെക്ഷനാണ്. അവിടെ ഫോട്ടോ ക്യാമറകൾ മിന്നി മറയുന്നില്ല. അല്ലാഹുവിന്റെ ദീനനുസരിച്ചുള്ള കല്യാണമാണ്. വലിയ കോടീശ്വരന്മാരാണ്, വലിയ ബിസിനസ്സുകാരാണ്. എന്നിട്ടും സൂക്ഷ്മതയോടെ കല്യാണം നടത്തുമ്പോ ഞാൻ കൊല്ലം ജില്ലയിൽ വേറെ ഒരു കല്യാണത്തിന് സംബന്ധിക്കേണ്ടി വന്നു. ഗവൺമെന്റ് ജീവനക്കാരാണ്, സ്വന്തമായി ഗൾഫിൽ വലിയ ബിസിനസ് സാമ്രാജ്യമുള്ളവരാണ്. പക്ഷേ കണ്ട അത്ഭുതപ്പെട്ടു പോയി. ആണും പെണ്ണും കതരുന്ന പ്രശ്നങ്ങളില്ല, മ്യൂസിക്കിന്റെ ദുർഗന്ധങ്ങളില്ല. എത്ര മനോഹരമായ ചടങ്ങുകളാണ്. 4:45 വരുമ്പോഴേക്ക് നീ പറത്തിക്കളയുമ്പോ പള്ളി പൊളിച്ച് മിനാരം ഭംഗിയാക്കിയത് കൊണ്ട് കാര്യങ്ങളുണ്ടോ? ഓടുന്ന മദ്രസ പൊളിച്ചുകൊണ്ട് വാർപ്പിന്റെ മദ്രസയാക്കിയിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കേണ്ടത്, അല്ലാഹു നമ്മളോട് ചോദ്യം ചെയ്യുന്ന നമ്മുടെ ആരോഗ്യമുണ്ടല്ലോ, സമ്പത്തുണ്ടല്ലോ, മക്കളുണ്ടല്ലോ. ഒരു മകനെന്ന് പറഞ്ഞ എത്ര വലിയ നിഅമത്താണെന്നറിയോ? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കണ്ണൊക്കെ നല്ല കാണാൻ നല്ല ചുറുക്കുള്ളൊരു പാവക്കുട്ടിയെ കണ്ടു. പാവക്കുട്ടിക്ക് വില ചോദിച്ചപ്പോ 2000 റുപ്യ. കാരണം എന്താ, പാവക്കുട്ടി ശരിക്കും ഒരു ഒറിജിനൽ കുട്ടിന്റെ കോലമുണ്ട്. അതിങ്ങനെ ചാവി കൊടുത്താൽ നടക്കുന്നു. കുറെ വർത്താനൊക്കെ പറയുന്ന ഒരു ചെറിയൊരു പാവക്കുട്ടിയാണ്. 2000 റുപ്യാണ് വില. അപ്പൊ ഞാൻ ചിന്തിച്ചു, സുബ്ഹാനല്ലാഹ്, ഇനി എത്ര 2000 അല്ലെങ്കിലും എത്ര പൈസ കൊടുത്താലും അത് ജീവനില്ലല്ലോ. നമ്മളെ കുട്ടികളെ പടച്ചോ തന്ന നിഅമത്തല്ലയോ? നമ്മൾ പൈസ കൊടുത്താണോ പടച്ചോ മക്കളെ തന്നത്? കല്യാണം കഴിഞ്ഞ വർഷങ്ങളായ കുട്ടികളില്ലാതെ വിഷമിക്കുന്നവരില്ലേ? ആശുപത്രികളിലെ കയറിയിറങ്ങുന്നവരില്ലേ? ഉസ്താദേ, കല്യാണം കഴിഞ്ഞ് 10, 15, 20 വർഷമായി ഇന്ന് ദ്വാരക്കടന്ന് പറയുമ്പോഴേക്ക് കരഞ്ഞു പോകുന്നവർ, ആശുപത്രികളിൽ ലക്ഷക്കണക്കിന് ചെലവഴിക്കുന്നവര്. എന്നാൽ നമ്മക്കൊക്കെ പടച്ചോ തന്ന മക്കളുണ്ടല്ലോ. ആ കുട്ടികളെ കണ്ണ് നിങ്ങളാണോ കൊടുത്തത്? ആ മക്കളെ കരള് നിങ്ങളാണോ കൊടുത്തത്? നമ്മുടെ മക്കളെ ചെവി നമ്മളാണോ കൊടുത്തത്? അല്ലാഹു തന്ന നിഅമത്തല്ലേ. എന്നിട്ട് ആ നിഅമത്തിന് അല്ലാഹുവിന് വേണ്ടി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ ഇസ്രാ മിഅ്റാജിന് പോകുമ്പോ സ്വർഗ്ഗത്തിലൊരു വലിയ കൊട്ടാരം കാണുകയാണ്. കാണാൻ നല്ല ചുങ്കുള്ള കൊട്ടാരമാണ്, മനോഹരമായ ആഡംബരമുള്ള വലിയ ഒരു കൊട്ടാരമാ. നബി തങ്ങൾ ആ സ്വർഗ്ഗത്തിലെ കൊട്ടാരം കാണുമ്പോ അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹ്, ഇത്ര മനോഹരമായ കൊട്ടാരം ആർക്ക് വേണ്ടിയുള്ളതാണ് അല്ലാഹ്? ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, നബിയേ, അത് നിങ്ങൾ ഉമ്മത്തിൽപ്പെട്ട അസ്മാ ബിൻതു ഉമൈസ്, അസ്മാ ബീവിക്കുള്ളതാണ്. എന്താണ് ആ പെണ്ണിനിക്ക് ആ
കൊട്ടാരം കിട്ടാൻ കാരണം എന്നറിയോ? തന്റെ ചെറിയ കുട്ടി വർത്താനം പറയാൻ തുടങ്ങുമ്പോ ആദ്യമായി പറയേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ആകണമെന്ന വാശി ഉമ്മാക്കുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ വാശി ഉമ്മ എന്റെ കുട്ടി ആദ്യം പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകണമെന്ന വാശി ഉണ്ടായിരുന്നു. അതിനുള്ള പരിശീലനം കുട്ടിക്ക് കൊടുത്തതാണ്, അതിനുള്ള തർബിയത്ത് ട്രെയിനിങ് കുട്ടിക്ക് കൊടുത്തതാണ്. അങ്ങനെ ആ കുട്ടി വർത്താനം പറഞ്ഞു തുടങ്ങുമ്പോ ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ ആ ഉമ്മാക്ക് പടച്ചോൻ കൊടുക്കുന്ന സമ്മാനമാണ് നബിയെ സ്വർഗത്തിലെ കൊട്ടാരം എന്ന് പറയുമ്പോ നമ്മുടെ മക്കൾക്ക് ഇന്ന് ഫാത്തിഹയുമായി ഖുർആനുമായി ബന്ധങ്ങളുണ്ടോ? പഴയ കുട്ടികൾക്ക് എല്ലാവർക്കും യാസീൻ മനപ്പാടമായിരുന്നു. ഇന്ന് പല കുട്ടികൾക്ക് കൃത്യമായി മനപ്പാടമില്ല. സഹോദരങ്ങളെ, മരിച്ചു കഴിഞ്ഞാൽ ഒരു യാസീൻ ഓതാന് നമുക്കൊന്ന് ദുആ ചെയ്യാൻ ബോധമുള്ള മക്കളായി കിട്ടണ്ടേ നമ്മുടെ മക്കള്? അതുകൊണ്ട് എന്റെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, അല്ലാഹു തആല നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് നമ്മളെപ്പോഴും ഓതുന്ന സൂറത്താണ്. ഞാൻ നീട്ടിപ്പറ്റി പറയുന്നില്ല. നമ്മക്കിപ്പോ അങ്ങനെ ഓതുന്നല്ലാതെ നമ്മള് ഖുർആനിട്ട് എന്ത് ബന്ധമുള്ളത്? ഞാൻ ഇപ്പൊ ഒരു ചെറിയ ആയത്തിന് കോതില്ല. ഈ സൂറത്ത് അവസാനിക്കണം അങ്ങനെ, എല്ലാ നിഅമത്തുകളെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. നമുക്ക് പടച്ചു തന്ന കുട്ടികളെ എത്ര വലിയ നിഅമത്താണ്. അല്ലാഹ് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാനുള്ളത്? കുട്ടികളെ ആഫിലാക്കിയാൽ അല്ലെങ്കിൽ ദീനീബോധമുള്ള ആലിമീങ്ങളാക്കിയ അമ്മക്കും ബാപ്പക്കും പറയാലോ, നിങ്ങളെ കുട്ടികൾ ലക്ഷങ്ങൾ വരുമാനമാക്കുന്ന ബിസിനസ് എടുത്ത് ഇങ്ങനെ പോവാണ്, ഹറാമ് ഹലാലൊന്നും വിഷയമല്ല. പടച്ചോൻ ചോദിക്കണം, എന്താ പറയാണ്ടാവുക? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. മദ്രസകൾ നമ്മുടെ മക്കൾക്ക് ഏറ്റവും തഖ്വ കൊടുക്കുന്ന സ്ഥാപനങ്ങളാക്കാൻ നമുക്ക് സാധിക്കണം. ഈ നമ്മുടെ ഹൃദയത്തിൽ തറക്കണം. നിങ്ങൾ ഓരോ നിഅമത്തുകൾക്കും ചോദ്യം ചെയ്യപ്പെടും. ഈ ആയത്തോടൊപ്പം ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ നജൗത്തു, ഞാൻ കഴിച്ചിലായി. എന്താ ഈ കഴിച്ചിലാകാൻ കാരണം? എനിക്ക് നിയമത്തില്ലല്ലോ, എനിക്ക് പെരും കൂടിയില്ല, എനിക്ക് വീടില്ല, വണ്ടിയില്ല, ഒന്നുമില്ല, ഞാൻ ഒരു സാധു നബിയെ, എനിക്കൊരു നിയമത്തില്ല, അതുകൊണ്ട് എന്നോടൊന്നും പടച്ചോ ഒന്നും ചോദിക്കൂല. ഒരു സ്വഹാബി സന്തോഷത്തിൽ പറയാ, നബിയെ നിങ്ങളിപ്പോ ഒരു ആയത്തോതിയില്ലേ, എല്ലാ നിഅമത്തുകളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുമെന്ന് നിങ്ങൾ ഓതിയില്ലയോ? നബിയെ എനിക്കൊന്നും ഒരു നിഅമത്തുമില്ല, എനിക്ക് വീടില്ല, എനിക്ക് സ്വന്തമായി വാഹനങ്ങളില്ല, അപ്പൊ എനിക്കൊരു നിയമത്തില്ലല്ലോ, എന്നോട് പടച്ചു ചോദിക്കൂലല്ലോ. അപ്പൊ നബി നിങ്ങൾ പറഞ്ഞു, ആര് പറഞ്ഞു ചോദിക്കൂല? അടാ നിന്റെ കാലിൽ രണ്ട് ചെരുപ്പില്ലേ, നിന്റെ കാലിലുള്ള രണ്ട് ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പ് പോലും പടച്ചോന്, ആ ചെരുപ്പിന് പോലും നീ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. ആ ചെരുപ്പ് എന്ന നിഅമത്തിന് നീ ശുക്ർ ചെയ്തിട്ടുണ്ടോ? ആ ചെരുപ്പ് കൊണ്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു? റബ്ബ് നിന്നോട് ചോദിക്കും. എടാ നിനക്ക് സ്വന്തമായി വീടില്ലെങ്കിലും പറയില്ലെങ്കിലും നടന്ന് 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 ക്ഷീണിക്കുമ്പോ ഏതെങ്കിലും ഒരു മരത്തിന്റെ തണലിൽ നീ വിശ്രമിച്ചാൽ ആ തണൽ ഞാൻ തന്ന അനുഗ്രഹമല്ലയോ? അതിന് പോലും നീ ചോദ്യം ചെയ്യപ്പെടും. നിനക്ക് ദാഹിച്ച് വലയുമ്പോ ഏതെങ്കിലും ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കുന്നില്ലയോ? ആ വെള്ളം എന്ന നിയമത്തിനെ കുറിച്ചും നീ ചോദ്യം ചെയ്യപ്പെടും. ഉത്തരേന്ത്യയിൽ 5 കിലോമീറ്റർ ഒക്കെ വെള്ളപ്പാത്രങ്ങളുമായി നടന്നു നീങ്ങുന്ന പെണ്ണുങ്ങളെ കാണാറില്ലയോ? ഉമ്മമാരെ ഒന്ന് സ്വിച്ചിട്ടാൽ നിങ്ങളെ ടാങ്ക് നിറഞ്ഞു കവിയുന്നു. ഓഫാക്കാൻ പോലും സ്വിച്ച് ഇടേണ്ടതില്ല, മൊബൈൽ ഫോൺ മതി. ഈ വെള്ളം എന്ന നിയമത്തിനെ പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചിന്തിക്കണില്ല. ഒരു നിയമം, നമ്മൾ നിയമത്തിനെ പറ്റി ആലോചിക്കണമല്ല. നബി എനിക്ക് സ്വന്തമായി വീടില്ല, പോരല്ല, വാഹനമല്ല, ഞാൻ കഴിച്ചിലായി, എന്നോട് നബിതങ്ങളൊന്നും അല്ല ഒന്നും ചോദിക്കൂല, എനിക്കൊരു അനുഗ്രഹം ഇല്ല എന്നപ്പോ നബിതങ്ങൾ പറയാടാ എന്റെ കാല് ചെരുപ്പില്ലേ, ചോദിക്കപ്പെടും. കിണറ്റിന് വെള്ളല്ലേ, ചോദിക്കപ്പെടും. മരങ്ങൾക്ക് നീരില്ലേ, ചോദിക്കപ്പെടും. ഇനി നമ്മളൊന്ന് ചിന്തിക്കുക, ഇത് നമ്മുടെ ഹൃദയത്തിൽ തറക്കണം. ഞാൻ മറ്റൊരു സംഭവം പറയാം. പിന്നെ ജർമ്മനിയിലെ ബെർലിന് ഒരു ജൂത ചിന്തകനും ജൂത സമ്മതനുമായ ലിയോപോൾഡ് വെയ്സ് എന്ന മനുഷ്യൻ, ശരിക്കും ചിന്തിച്ചു നല്ലൊരു വിഷയമാണത്. ജർമ്മനിയിലെ ബെർലിൻ നഗരത്തിൽ ലിയോപോൾഡ് വെയ്സ് എന്ന് പറയുന്ന ജൂതനായ സമ്പന്നനായ കോടീശ്വരനായ ഒരു ചിന്തകൻ, അദ്ദേഹം ഭാര്യന്റെ കൂടെ ചായ എടുക്കാൻ വേണ്ടി കുൾബാറിൽ കയറിയതാണ്. ചായ എടുക്കുമ്പോൾ ഒരു പഴംപൊരി പൊതിഞ്ഞു കൊടുത്തു അവിടുത്തെ ചായക്കടക്കാരനെ. ആ പഴംപൊരി പൊതിഞ്ഞു കൊടുത്തത് ഖുർആന്റെ പഴയ പരിഭാഷന്റെ കോപ്പി
കേട് വന്ന ഖുറാന്റെ പരിഭാഷന്റെ കോപ്പി ഉണ്ടല്ലോ, കേട് വന്ന ഖുറാൻ പരിഭാഷന്റെ ഒരു പേജിലാണ് ഈ പഴംപൊരി പൊതിഞ്ഞു കൊടുത്തത്. ഈ ലിയോപോൾഡ് വേസ് പഴംപൊരി തിന്നപ്പോ ഈ കാലിയായ ഈ പേപ്പർ നോക്കി, അത് പൊതിഞ്ഞു കിട്ടിയ പേപ്പർ നോക്കിയപ്പോ എന്താ അറിയോ, ഈ സൂറത്തിന്റെ പരിഭാഷ. നിങ്ങളെ സമ്പത്ത് എന്ന ചിന്ത നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ മരിച്ചു ചെല്ലുന്നത് വരെ, ഖബറിലെത്തുന്നത് വരെ. നിങ്ങൾ ഖബറിലെത്തിയാൽ എല്ലാ നിഅമത്തുകളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും കേട്ടോ. എന്ന ഈ പരിഭാഷ വായിച്ചപ്പോ ലിയോപോൾഡ് വീസ ചായക്കടക്കാരനോട് പറഞ്ഞു, ഇതിന്റെ ബാക്കി പേജുകൾ കൂടി തരുമോ? ആ കടക്കാരൻ ഖുർആന്റെ ഈ സൂറത്തിന്റെ പൂർണ്ണമായ വ്യാഖ്യാനങ്ങളുടെ പേജ് കൊടുക്കുമ്പോ ലിയോപോൾഡ് വീസ സൂറത്തിന്റെ അർത്ഥം ശരിക്കും പഠിച്ചപ്പോ അയാളുടെ മനസ്സിലാകെ പേടി വന്നു. അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലിയോപോൾഡ് വീസ മുസ്ലിം ആവുകയും മുഹമ്മദ് അസദ് എന്ന പേര് സ്വീകരിക്കുകയും റോഡ് ടു മക്ക, മക്കയിലേക്കുള്ള പാത എന്ന പുസ്തകം എഴുതുകയും ചെയ്തു. ലക്ഷക്കണക്കിന് കോപ്പികളാണ് ഇത് വിറ്റഴിക്കപ്പെട്ടത്. മലയാളത്തിലും അതിന്റെ പരിഭാഷയുണ്ട്. ഈ വിഷയം ഞാൻ എന്തിനാ പറഞ്ഞത് എന്നറിയോ? അങ്ങ് ജർമ്മനിയിലെ ഒരു ചായക്കടയിൽ പഴംപൊരി പൊതിഞ്ഞു കൊടുത്ത പേപ്പറില് അൽഹാഖുമുത്തഖാത്തുറിന്റെ പരിഭാഷ കണ്ടിട്ട് അത് വായിച്ച് മുസ്ലിമായ ലിയോപോൾഡ് വീസ് നമ്മൾ ആ സൂറത്ത് കേട്ടിട്ട് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? അതുകൊണ്ട് ചിന്തിക്കണേ. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് പറയുകയാണ്, മദ്രസ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കുറഞ്ഞു പോകരുത്. 5ാം ക്ലാസ്സിൽ 30 കുട്ടികളാണെങ്കിൽ 6ാം ക്ലാസ് 20 കുട്ടികളേ ഉള്ളൂ. 7ാം ക്ലാസ്സിൽ 20 കുട്ടികളാണെങ്കിൽ 8ാം ക്ലാസ്സിൽ 15 കുട്ടികളേ ഉള്ളൂ. +2 പഠിക്കാൻ തീരെ കുട്ടികളില്ല. അങ്ങനെയൊന്നും ആവരുത്. എന്റെ നാട്ടിൽ ഇന്നലെ മഹല്ല് കമ്മിറ്റി മീറ്റിംഗ് ആയിരുന്നു. അപ്പോ എല്ലാ +2 കഴിഞ്ഞ എല്ലാ കുട്ടികൾക്കും ക്യാഷ് അവാർഡ് കൊടുക്കാൻ കമ്മിറ്റി തീരുമാനിച്ചു. ഇത് നാള് പാലക്കാട് ജില്ലയിൽ ഒരു മദ്രസയിൽ +2 കഴിഞ്ഞാൽ 25,000 റുപ്യാണ് സമ്മാനം. 25,000 റുപ്യ. കാരണം എന്താ? +2 പഠിക്കാൻ കുട്ടികളെ കിട്ടണില്ല, ദീനീപരമായ വിദ്യാഭ്യാസം പഠിക്കണില്ല. പ്രായപൂർത്തിയായാൽ പിന്നെ പെൺകുട്ടിയൊക്കെ മതം വേണ്ട എന്ന ഒരു ചിന്ത. സഹോദരികളെ ചിന്തിക്കണം. 5ാം ക്ലാസ് നിർത്തിയാൽ പിന്നെ നമ്മുടെ കുട്ടികൾക്കെല്ലാം മുസ്ലിം പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ദീൻ പോയാലും കുഴപ്പമില്ല എന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? ഞാൻ ഒരു ചെറിയ ചരിത്രം പറയാം സുഹൃത്തുക്കളെ. മറിയം പണ്ട് ജീർണിച്ചു പോയൊരു ഖബർ യാത്രയിൽ കണ്ട് മയ്യത്ത് വന്നതിലുണ്ട് ശിക്ഷകളേറ്റതായി. അത് കണ്ട് നബിയും അന്നു അവിടം താണ്ടലായി. ഞാനിനി പറയാൻ പോകുന്ന ചെറിയ ഒരു ചരിത്രമാണ്. ഈ ചരിത്രം കേട്ടാൽ ഉമ്മമാരെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. ഈസാ നബി അലൈഹിസ്സലാമും കൂട്ടരും ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. ഈസാ നബി ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ, ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോ യാത്രയിൽ ഒരു ഖബർ കാണുകയാണ്. ആ ഖബറിന്റെ ഉള്ളിലുള്ള ശിക്ഷകൾ അല്ലാഹ് കാണിച്ചു കൊടുത്തു. ആ ഖബറാണ് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇരുമ്പിന്റെ ദണ്ഡുകളെ കൊണ്ട് മലക്കുകള് ആ മയ്യത്തിന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ നിലവിളിക്കുന്നു. അയാളെ ഖബർ ദുർഗന്ധമാണ്. നരകത്തിന്റെ മലക്കുകൾ അയാളെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അയാൾ മഹാപാപിയായിരുന്നു. ഇതാണ് തഅവ ഉസ്താദ് പറയുന്നത്. സുഹൃത്തുക്കളെ, ഈസാ ഇബ്നു മറിയം പണ്ട് ജീർണിച്ചു പോയൊരു ഖബർ യാത്രയിൽ കണ്ട് ഈസാ നബിയും കൂട്ടരും കടന്നു പോകുമ്പോ വഴിയിൽ ഒരു ജീർണിച്ച ഖബർ കാണുകയാണ്. ദുർഗന്ധമുള്ള ഒരു ഖബർ കാണുമ്പോ ആ ശിക്ഷ കണ്ടപ്പോ ഈസാ നബിക്ക് വിഷമം തോന്നി. ഈസാ നബി തന്റെ കൂട്ടരോട് പറയുകയാണ്, നമുക്ക് വേഗം പോകാം, ഇത് ബറക്കത്തുള്ള സ്ഥലമല്ല. ഈ മയ്യത്ത് ശിക്ഷിക്കപ്പെടുകയാണ്. ഈ ഖബർ നരകത്തിന്റെ കൊണ്ടാ. ഇവനൊരു തമ്മാടിയായതുകൊണ്ട് മലക്കുകൾ അവനെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വേഗം കടന്നു പോവുകയാണ്. കുറെ ദിവസം കഴിഞ്ഞ് ഈസാ നബി തിരിച്ചു വരുമ്പോൾ അതേ
കബറിലേക്കൊന്ന് എത്തി നോക്കിയപ്പോ ആ കബർ സ്വർഗമായി മാറിയിട്ടുണ്ട്. അവിടെ സ്വർഗത്തിന്റെ മലക്കുകളാണ്, അവിടെ സുഗന്ധമാണ്, അവിടെ പ്രകാശമാണ്. ആ മയ്യത്ത് പുഞ്ചിരിക്കുകയാണ്, വേദനകളില്ല, ശിക്ഷകളില്ല. അപ്പോൾ ഈസാ നബി റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹ് ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഈ ഖബർ നരകമായിരുന്നല്ലോ, ഇങ്ങോട്ട് വരുമ്പോ ഇപ്പൊ അത് സ്വർഗമായി മാറിയല്ലോ. അങ്ങോട്ട് പോകുമ്പോ ഈ ഖബറാളി കരഞ്ഞ് നിലവിളിക്കുകയായിരുന്നു, ഇപ്പൊ അയാള് സന്തോഷിച്ച് ചിരിക്കുകയാണ്. ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാൻ കാരണം എന്താണ്? അപ്പോഴാണ് ജിബ്രീൽ ഇറങ്ങി വന്ന് ഈസാ നബിക്ക് മറുപടി കൊടുക്കുന്നത്. ഈസാ നബിയെ കാരണമുണ്ട്, ഇവൻ തമ്മാടിയും മദ്യപാനിയും ചീത്ത പ്രവർത്തികൾ ചെയ്യുന്നവരുമായിരുന്നു, അതുകൊണ്ട് അവന്റെ ഖബറിൽ ശിക്ഷയായിരുന്നു. പക്ഷേ അവൻ മരിക്കുമ്പോ അവന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ പെണ്ണ് പിന്നെ പ്രസവിച്ചു, ആൺകുട്ടി ഉണ്ടായി. ആ കുട്ടിയെ മദ്രസയിൽ പഠിക്കാൻ നിർത്തിയപ്പോ ഉസ്താദ് ആ കുട്ടിക്ക് ബിസ്മി അങ്ങ് ചൊല്ലിക്കൊടുത്തപ്പോ ആ കുട്ടി ബിസ്മി അങ്ങ് ഏറ്റു ചൊല്ലിയപ്പോ ആ നിമിഷം തന്നെ ഈ ഖബറിലെ മയ്യത്തിനെ അല്ലാഹ് സ്വർഗമാക്കി കൊടുത്തു. ഈ ഖബറിൽ അല്ലാഹ് പ്രകാശം നിറച്ചു കൊടുത്തു. ശിക്ഷിക്കുന്ന മലക്കുകളെ തിരിച്ചു വിളിക്കുകയും റഹ്മത്തിന്റെ മലക്കുകളെ അല്ലാഹ് ഇറക്കി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ ഖബറാളി ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്നവന്റെ കുട്ടി മദ്രസയിൽ ബിസ്മി ഓതുമ്പോ അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, അവന്റെ കുട്ടി ബിസ്മി ഓതുന്നുണ്ട്. ആ ബിസ്മി ഓതാൻ കാരണം ആ ബാപ്പയാണ്. ആ ബാപ്പയാണല്ലോ ആ കുട്ടി ഉണ്ടാകാൻ കാരണം. എന്റെ പേരോതുന്ന കുട്ടി, ആ കുട്ടിന്റെ ബാപ്പാനെ ശിക്ഷിക്കാൻ നിനക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ ആ ഖബർ മാറ്റിയതാണ്. ഈസാ നബിയെ അതാ കാരണം. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോ കുട്ടിന്റെ ഈ തമ്മാടിന്റെ കുട്ടിന്റെ മദ്രസ ചേർത്തിട്ടില്ലായിരുന്നു, ഇങ്ങോട്ട് വരുമ്പോ മദ്രസ ചേർത്തി. ഈ നമ്മുടെ മക്കൾ ഒരു ഖുർആൻ ആയത്തോതും അതിന്റെ ഫലാണ്, അതാ വിഷയം. തായപുസ്തകം ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് ആ വഴി തന്നെ നബി മടങ്ങുന്നതായി, പണ്ടത്തെ ഖബറപ്പോൾ പ്രകാശിക്കുന്നതായി. ഇതിലുള്ള സിർറെന്താണിലാഹി എന്ന് ചോദിച്ചു കണ്ടപ്പോൾ ദുആ ചെയ്യുന്നു. ക്ഷണം തന്നെ ജിബ്രീൽ വന്നു റബ്ബിൽ നിന്ന് വിവരങ്ങളെല്ലാം വിശദമായി പറയുന്നു. ഇവൻ ദോഷിയായവനാണ് എന്നാൽ തന്നെയും ഇവന് ദോഷിയായവനാണ് എന്നാൽ തന്നെയും മരിക്കുന്ന സമയത്തുണ്ട് ഇവനൊരു ഭാര്യയും പരിപൂർണ ഗർഭിണി ആയിരുന്നവളന്ന്. പിന്നീട് അവൾക്കൊരു കുട്ടി വെളിയിൽ വന്ന് പാലും കൊടുത്തു വളർത്തി മദ്രസ ചേർത്തി ദൈനംദിനം അതിലേക്ക് പോയി വരവാക്കി. ചൊല്ലിക്കൊടുത്തു ഉസ്താദ് ബിസ്മില്ലാഹി, അവനേറ്റ് ചൊല്ലിയതും ബിസ്മില്ലാഹി. ആ ഉസ്താദ് ബിസ്മി ചൊല്ലിക്കൊടുക്കുമ്പോ ഈ കുട്ടി അതങ്ങ് ഏറ്റു ചൊല്ലിയപ്പോ ഇവനുള്ള കുഞ്ഞ് പുറത്ത് ബിസ്മി ഓതലും, ഇവനുള്ള കുട്ടി പുറത്ത് ബിസ്മി ഓതലും, ഞാൻ ഇവനടിയിൽ ഇട്ട് ശിക്ഷ കൊടുക്കലും എനിക്ക് ഇഷ്ടമില്ലതിൽ ലജ്ജയും എനിക്കുണ്ട്, റഹ്മത്തിറക്കിയതാ പൊറുത്തത് കൊണ്ട്. അവന്റെ കുട്ടി ബിസ്മി ഓതുമ്പോ ഞാൻ എങ്ങനെ ശിക്ഷിക്കാം? ഓരോ ഉമ്മ ചിന്തിക്കണം. ഇനി ഓരോരുത്തരും ഞാൻ അടക്കട്ടോ നമ്മളെ മക്കളെ പറ്റി ചിന്തിക്കാം. ഇഷാമാരുടെ ഖുർആൻ ഓതുന്ന എത്ര മക്കളുണ്ട്, ഒക്കെ പഠിക്കുന്നുണ്ട്. ഒരു ഉസ്താദിന് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് 10-30 കുട്ടികളെന്താ ചെയ്യാൻ പറ്റുക? ഒരു ഐഡിയ ഉണ്ടാക്കി കൊടുക്കാനേ പറ്റുള്ളൂ. അത് ഉമ്മമാര് വീട്ടിൽ ശ്രദ്ധിക്കണം. നമ്മള് നല്ല മഹല്ലാണ്, പഴയ മദ്രസയാണ്, ഒന്നും നല്ല തറവാടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിതാന്ത ജാഗ്രത നമുക്കില്ലെങ്കിൽ നമ്മുടെ തലമുറകൾ നശിച്ചു. കാബ ആരുണ്ടാക്കിയത്? ഇബ്രാഹിം നബി ഉണ്ടാക്കിയതാ. ഒക്കെ ശരിയാ, ഇഖ്ലാസ് ഉണ്ടെന്ന് ഉറപ്പല്ലേ? ഇസ്മായിൽ നബി, ഇബ്രാഹിം നബി അവരെക്കാളും ഇഖ്ലാസും വേറെ ആർക്കില്ലല്ലോ. അങ്ങനത്തെ ഇഖ്ലാസോട് ഉണ്ടാക്കിയ ആ കാബന്റെ ഉള്ളിൽ 360 ബിംബത്തെ കയറ്റിച്ചത്. അവൾ പറയും ഇതൊക്കെ ഇഖ്ലാസിൽ ആൾക്കാരുണ്ടാക്കിയതാണ്, വലിയ ഉസ്താദന്മാരുണ്ടാക്കിയതാണ്, തങ്ങന്മാരുണ്ടാക്കിയതാണ്, ആനയുടെ കുതിരയാണ്. ഏത് തങ്ങളാട്ടെ, ഏത് ഉസ്താദാട്ടെ, ഏത് ഇഖ്ലാസ് ആട്ടെ, നമ്മക്ക് ശ്രദ്ധ ഇല്ലെങ്കിൽ ഒക്കെ നാശം. വളരെ ശ്രദ്ധിക്കണം. അതിനാ ഞാൻ പറഞ്ഞു, ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഉണ്ടാക്കി അവരെ ഇഖ്ലാസോട് ഉണ്ടാക്കിയതാ കാബ. ആ കാബന്റെ ഉള്ളിൽ 360 ബിംബത്തെ കയറ്റിച്ചത്. പിന്നെ റസൂലുള്ളാഹിനെ പെണ്ണി അതിന്റെ സമുദ്ധാരണമായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് നീക്കി വെക്കലല്ലേ?
അപ്പൊ നിതാന്തമായ ജാഗ്രത നമുക്ക് വേണം, രക്ഷിതാക്കൾക്ക് വേണം. അൽഹംദുലില്ലാഹ് വളരെ മനോഹരമായ ഒരു കെട്ടിടം നമുക്ക് കിട്ടി. ഇത് നമ്മൾ ജാഗ്രത പുലർത്തുക. നമ്മുടെ ഈ ഒരു പാരമ്പര്യം കൊണ്ടൊക്കെ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമുണ്ട്. കാരണം നല്ല ഒരു പഴയ ഇസ്ലാമിക പാരമ്പര്യം ഉള്ള ഒരു നാടും ഒരു മഹല്ലുമാണ് നമ്മുടെ ഈ മഹല്ല്. പല നാടുകളെ അപേക്ഷിച്ച് വലിയ അനുഗ്രഹമാണ്. പക്ഷേ നേരത്തെ തങ്ങളെ വാക്കുണ്ട്, എത്ര വലിയ വീടാണെങ്കിലും കള്ളം കയറുമെന്ന് പറഞ്ഞ പോലെ ഇന്ന് മയക്കുമരുന്ന് സ്കൂളുകളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നും നമ്മുടെ കുട്ടികളിലേക്ക് വരുന്ന സംസ്കാരം വളരെ മോശപ്പെട്ട സംസ്കാരങ്ങളാണ്. അതിന് നമ്മുടെ മക്കൾക്ക് നല്ല ബോധം ഉണ്ടാക്കിയേ പറ്റൂ. ദർസാകുമ്പോൾ എന്താ അറിയോ, നാട്ടിലെ കുട്ടികൾ ദർസുണ്ടാകും. ആ ദർസിന്റെ ഒരു ചൂരും മണവും മാറ്റമൊക്കെ നമ്മുടെ നാട്ടിലെ മറ്റുള്ള ചെറുപ്പക്കാരിലേക്കും കുട്ടികളിലേക്കും കൂടി എത്തും. അൽഹംദുലില്ലാഹ് ഈ ഒരു നല്ല സംരംഭത്തിന് മുൻകൈയെടുത്ത പ്രവർത്തകന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, ഇങ്ങനെ മദ്രസ ഉണ്ടാക്കുക, ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവുണ്ടാവുമല്ലോ, അതിനെ സഹായിച്ച ആളുകൾ എല്ലാവർക്കും രണ്ട് ലോകത്തും അല്ലാഹു അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. ഇതൊക്കെ ചെയ്തുകൊണ്ട് 10 മണി കഴിഞ്ഞു. ഇനി ഒരു സുദീർഘമായ പ്രസംഗത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പ്രത്യേകമായി പറഞ്ഞ വിഷയം പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കാം. എല്ലാ നാടുകളും തങ്ങളാ വിഷയം പറഞ്ഞു. ബഹുമാനപ്പെട്ട MT ഉസ്താദ് പറഞ്ഞു, ഇത് പഴയ കാലത്തൊക്കെ പ്രസംഗത്തിൽ പല ആലങ്കാരിക വാക്കാ, നമ്മുടെ മക്കളൊക്കെ നശിച്ചു പോയി എന്നതല്ല. ഇന്ന് ഞാൻ ഇങ്ങോട്ട് പ്രസംഗത്തിൽ വരുമ്പോഴും ബ്ലോക്കിലെ ചെറുകാവ് പഞ്ചായത്തിന്റെ ലഹരി വിരുദ്ധ റാലി നടക്കുകയായിരുന്നു. എല്ലാ മഹലിലും കഴിഞ്ഞ പെരുന്നാൾ കണ്ടിട്ട് പ്രതിജ്ഞ, ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഒരു 10 or 9 ഉണ്ടോ, അത്രമാത്രം വർദ്ധിച്ചു. പോലീസ് കമ്മീഷണർ സേതുരാമൻ കൊച്ചിയിൽ പോലീസ് അസോസിയേഷന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാം. മൂപ്പര് കരഞ്ഞിട്ടാ പറഞ്ഞത്, നമ്മളെ മക്കളൊക്കെ ലഹരിക്കടിപ്പെട്ടു പോയിട്ട് നമുക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റില്ല, നമുക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് SP-യുടെ മകൻ ലഹരി കേസിൽപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം പ്രസംഗിച്ചതാ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത അവസ്ഥയ്ക്ക് നമ്മുടെ മക്കൾ പോവാ. ഏതെങ്കിലും തൊപ്പിയുടെയും പേടന്റെയും പിന്നാലെയാ നമ്മുടെ തലമുറ. ഈ സമയത്ത് പലസ്തീനിലെ പാവപ്പെട്ട പിഞ്ചു പൈതങ്ങൾ അനുഭവിക്കുന്ന വേദന ചിന്തിക്കുക. എന്നിട്ടും അവർക്കുള്ള ഈമാൻ അല്ല, ഇങ്ങനെ ബോംബ് മഴ വർഷിക്കാണ്. പള്ളികളും മദ്രസകളും വീടുകളൊക്കെ തകർക്കപ്പെടുമ്പോൾ അവര് പെരുന്നാൾ നിസ്കാരം കണ്ടിട്ടുണ്ട്. അവർ ഈമാൻ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വരുന്ന 100 കണക്കിന് ആളുകൾ അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഇസ്ലാമിന്റെ തനിമ നശിക്കാതെ നമുക്ക് നിതാന്ത ജാഗ്രത ഉമ്മമാരെ രക്ഷിതാക്കൾ നമുക്ക് വേണം. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾക്ക് ഉപകരിക്കണമെങ്കിൽ, അല്ലാഹു നിങ്ങളെ സഹായിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം വന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്ദിക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പുച്ഛിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ നിസ്സാരമാക്കിയാൽ അല്ലാഹുവിന്റെ സഹായം കിട്ടൂല. അപ്പോ സ്വഹാബികൾ ചോദിച്ചു, ഇസ്തിഗ്ഫാർ യാ റസൂലല്ലാഹ്, നബിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പുച്ഛിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നിസ്സാരമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നബി തങ്ങൾ പറഞ്ഞു, നാട്ടിൽ തിന്മകൾ വർദ്ധിക്കുമ്പോ ആരും അതിനെ എതിർക്കുന്നില്ല, ആരും തിന്മയെ വിരോധിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയാണ് പുച്ഛിക്കലെന്ന് ഖാല റസൂലുള്ളാഹ്. അല്ലാതെ ഖുർആൻ ചവിട്ടി തേക്കലല്ല, എന്ന് എഴുതിയിട്ട് ചവിട്ടി തേക്കലല്ല. പുച്ഛിക്കുക എന്ന് പറഞ്ഞാൽ, നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ, നിസ്സാരമാക്കുക എന്ന് പറഞ്ഞാൽ, നാട്ടിൽ തെറ്റുകൾ വർദ്ധിക്കുമ്പോ അത് നിരോധിക്കാനും അതിനെതിരെ പ്രതികരിക്കാനും ആൾക്കാർ തയ്യാറാകാതിരിക്കലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പുച്ഛിക്കൽ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയല്ലേ? രക്ഷിതാക്കളും കാരണന്മാരും കമ്മിറ്റിയും ചിന്തിക്കും, അത് ചെറുപ്പക്കാരല്ലേ, അങ്ങനെയൊക്കെ ഉണ്ട്, അത് നടന്നോട്ടെ, നമ്മളൊന്നും പറയണ്ട. ഇതാ അവസ്ഥ. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പുച്ഛിക്കലാണ്. ഇങ്ങനെ പുച്ഛിക്കുകയാണെങ്കിൽ ഒരു സഹായം പടച്ചോനെ കിട്ടൂല. നമുക്കിത് വഖഫ് ഭേദഗതി ബില്ല്, NRC, ബാബരി മസ്ജിദ്, ഏക സിവിൽ കോഡ്, പലജാതി പ്രശ്നങ്ങൾ, നമ്മൾ എത്ര രാഷ്ട്രീയ പ്രബുദ്ധത നമുക്കുണ്ടെങ്കിലും, എത്ര അഡ്വക്കറ്റുമാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും നമുക്കുണ്ടെങ്കിലും, നിയമസഭയിലും പാർലമെന്റിലും ശബ്ദിക്കാൻ നമുക്ക് എത്ര ഉണ്ടെങ്കിലും കഴിച്ചിലാവുന്ന കരുതാൻ പുച്ഛിക്കാൻ പാടില്ല. പുച്ഛിക്കാന്ന് പറഞ്ഞാൽ എന്താ? തിന്മയെ വിരോധിക്കാനുള്ള ബോധം രക്ഷിതാക്കൾക്കും കാരണമാക്കുമാണ്. നാട്ടിൽ ലഹരി വർദ്ധിക്കുമ്പോ, കല്യാണത്തോടനുബന്ധിച്ച് ആഭാസങ്ങൾ വർദ്ധിക്കുമ്പോ, അല്ലെങ്കിൽ വൃത്തികേടുകൾ അധികരിക്കുമ്പോ കാമം ഉണ്ടാവുന്ന അധ്യാപകർക്ക് പറ്റുന്നില്ല, പോക്സോ കേസ് വരും. എനിക്കറിയാവുന്ന നിഷ്കളങ്കന അധ്യാപകൻ, ഞാൻ മുമ്പ് റൂമിൽ വന്നിട്ട് കരയാം, 6 മാസം ജയിലിലായിരുന്നു. കാരണം എന്താ?
സ്കൂളിൽ വിദ്യാർത്ഥിനി കോപ്പി അടിച്ചപ്പോൾ പിടിച്ചതാ. അവൾ നേരെ പോയിട്ട് പറഞ്ഞാ എന്റെ മാറെടുത്ത് അധ്യാപകൻ സാറിന്റെ അവിടെ പിടി പിടിച്ചു. പോക്സോ കേസാ, പച്ച നുണ പറഞ്ഞിട്ട്. സ്വന്തം വാപ്പാക്കെതിരെ പോക്സ് കൊടുത്ത് ഈ അടുത്ത് ഫറോക്ക് ഭാഗത്ത് സ്വന്തം വാപ്പാന് അയാളിങ്ങനെ വാപ്പ കരയാ. പോലീസ് പിടിക്കുമോ? എന്താ കാരണം? തന്റെ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിക്ക് ഒരു കാമുകനുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോ ആ കാമുകന്റെ കൂടെ പോകാതിരിക്കാൻ വേണ്ടി സ്കൂൾ വിടുമ്പോ വാപ്പ ബൈക്ക് വെച്ച് ചെല്ലും. സ്കൂൾ വിട്ടാൽ വാപ്പ ബൈക്കിന്ന് കൊണ്ടുവരും. വാപ്പ എന്നെ കുട്ടിനെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും. അപ്പൊ ഈ കുട്ടിക്ക് ഭയങ്കര ദേഷ്യം വാപ്പാനോട്. കാമുകന്റെ കൂടെ ബീച്ചിൽ പോകാനും തണ്ടാനും പറ്റണില്ലല്ലോ. അപ്പൊ ഈ വാപ്പാൻ എന്ത് ചെയ്യണം? വേഗം പൂട്ടണം. അതിന് കാമുകന്റെ കൂട്ടുകാരെ പറഞ്ഞെടുത്തതാ വാപ്പാക്കെതിരെ കേസ് കൊടുത്തണം. വാപ്പാനെ പീഡിപ്പിക്കലുണ്ട്, വാപ്പ അവിടെ അതൊന്നും ചെയ്യാറുണ്ട്. പച്ച നുണ സ്വന്തം വാപ്പാക്കെതിരെ. ഇന്നത്തെ മക്കൾ എവിടെയാ? വാപ്പല്ലേ വലുത്. മക്കൾക്ക് സ്നേഹം കൊടുക്കാൻ വാപ്പാർക്ക് സമയം കണ്ടെത്തണം. മക്കൾക്ക് വേണ്ടത് സ്നേഹമാണ്, അവൈലബിലിറ്റിയാ വേണ്ടത്, എബിലിറ്റി അല്ല. അല്ലേ? സമ്മാനം എന്നുള്ളതിന് അറബിയിൽ പറയണം, ഇംഗ്ലീഷിൽ പറയണത് പ്രസന്റേഷൻ, പ്രസന്റ്. സാന്നിധ്യം എന്നുള്ളതിന് എന്താ പറയാ? പ്രസന്റ്. പ്രസൻസ്, പ്രസന്റ്, സാന്നിധ്യം. സമ്മാനത്തിന് എന്താ പറയാ? നിങ്ങളെ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താ? നിങ്ങളുടെ സാന്നിധ്യമാണ്. അതിന് സമയമില്ലല്ലോ അവരെ പെണ്ണുങ്ങളും കുട്ടികളെ തിരിക്കാനും. ഫുള്ള് കച്ചവടവും ബിസിനസ്സും തിരക്കുക. കുട്ടികളെ സ്നേഹിക്കാനും തമാശ പറയാനും പാപ്പാക്ക് സമയമല്ല. അപ്പൊ അവർ സ്നേഹം വീട്ടിൽ കൊടുക്കണം. സുദീർഘമായി ഞാൻ പറയുന്നില്ല. ദീനീ ബോധത്തോടെ നമ്മുടെ മക്കൾ വളർത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ പാലക്കാട് സയ്യിദ്, ബഹുമാനപ്പെട്ട സമസ്തയുടെ പണ്ഡിതന്മാർ, MT ഉസ്താദടക്കം പങ്കെടുത്ത അനുഗ്രഹീതമായ ചടങ്ങ്. അല്ലാഹു തആല ഈ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾ, നിങ്ങൾ സഹായിച്ചവർ, സഹകരിച്ചവർ, ഈ മദ്രസ ഉണ്ടാക്കാൻ സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവർക്കും രണ്ട് ലോകത്തും അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളെയൊക്കെ ദുആകളിൽ വിനീതനായ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം വസീയത്ത് ചെയ്തുകൊണ്ട്, പനയപ്പുറം മഹല്ല് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദർസിനും ഇൽമിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന വളരെ പ്രശസ്തമായ ഒരു പാരമ്പര്യം നിങ്ങൾക്കുണ്ട്. അത് കാത്തു സൂക്ഷിക്കുക. അല്ലാഹു എല്ലാ കാലവും ആ ബറക്കത്ത് ഈ നാട്ടിൽ നിറച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.